السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله. സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഏതായാലും അൽഹംദുലില്ലാ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യ ഭൂമിയിൽ നിന്ന് ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചെത്തിയ സമയം വളരെ, ഞാൻ റിയാദ് മദീന വഴി റിയാദ് എയർപോർട്ട് വഴിയായിരുന്നു വന്നത്. അപ്പൊ ഞാനിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇയർഫോൺ കുത്തിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്തുള്ള ഒന്ന് രണ്ടാളിങ്ങനെ എന്നിങ്ങനെ തുറച്ചു നോക്കുകയാണ്. കാരണം അവര് കരുതി എന്തെങ്കിലും വട്ടായിന്ന്. കാരണം നമ്മളെ നാട്ടിലുള്ള ചില അന്തം കമ്മികളായ വട്ടന്മാരുടെ സംസാരം കേട്ടിട്ട് ചിരിക്കുകയാണെന്ന് അവര് മനസ്സിലായില്ല. കാരണം ഞാനിതിങ്ങനെ ശ്രദ്ധിക്കാണ്, ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചിരിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാന്ന്. ഏതായാലും കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതില് എല്ലാം കൂടി ഇന്ന് പറയാനുള്ള സമയവുമില്ല. സാധാരണ സുനാമി ഒക്കെ അടിച്ചു കഴിഞ്ഞാല്, സുനാമി അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ ഖബറിസ്ഥാനിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഖബറിൽ ഒരു മയ്യത്ത് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ അത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാ മയ്യത്തും കൂടി ഒന്നായിട്ട് വെക്കാം എന്നുള്ള ഒരു മസ്അല, ഒരു ഫിഖ്ഹി ചർച്ച പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നാളെ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു 5-8 ഖബർ കുഴിച്ചു വെച്ചോ, എല്ലാ ഖബറും കൂടി നാളെ ഒന്നായിട്ട് മൂടുന്ന ദിവസമാണ്. എന്റെ പാവം KKM സാരി, നിങ്ങൾ പാവപ്പെട്ട MA ഉസ്താദിനെ പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങളോടുള്ള എല്ലാ ബഹുമാനം വെച്ചിട്ട് ഞാൻ ഈ മനുഷ്യന്റെ കാര്യം കേട്ടപ്പോ, ഇപ്പൊ ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരുന്നില്ല, നാളെ പറയുന്നുണ്ട്. എല്ലാരും വരട്ടെ, എല്ലാരെയും അറിയിച്ചോ. ഇൻഷാ അല്ലാഹ് ബൈലക്സ് തുടങ്ങിയിട്ട് ഇതുവരെ പൊട്ടാത്ത അത്രയും വലിയൊരു ക്ലിപ്പിന്റെ ബോംബാണ് നാളെ പൊട്ടാൻ വന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാൻ 2 മാസം അടങ്ങി ഇരുന്നോക്കുമോ ഇവര് വിചാരിച്ചാ ഇനിയൊന്നും ഇല്ലപ്പോ, ഇനി എല്ലാ ക്ലിപ്പും കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഒന്ന് മാളത്തുനിന്നൊന്നും എല്ലാം ഇറങ്ങി നോക്കാന്നുള്ള പൂതിയിൽ വന്നതാ അല്ലേ? എന്നിട്ട് മൂപ്പന്റെ ഒരു വെല്ലുവിളി, ഹലാലായ നിക്കാഹിൽ പിറന്ന വല്ലവരുമുണ്ടെങ്കിൽ എന്താ വേണ്ടത്? മർക്കസിലെ ആ ലഫ്ള് കേട്ടപ്പോ എന്നോട് ചിരിച്ചുപോയി. ഞാൻ ഉടനെ ഒരാളോട് പറഞ്ഞു, കേരളത്തിൽ ഒരുപാട് സംവാദം കഴിഞ്ഞിട്ടുണ്ടല്ലേ? കേരളത്തിൽ സുന്നി മുജാഹിദ് സംവാദം സാധാരണ നടത്തിക്കഴിഞ്ഞാൽ ആരാ ജയിക്കാറ്? സുഹൃത്തുക്കളെ, സുന്നി മുജാഹിദ് സംവാദം നടത്തിക്കഴിഞ്ഞാൽ ആരാ സാധാരണ ജയിക്കാറ്? ഒന്ന് അടിച്ചേ. സുന്നിയും മുജാഹിദും സംവാദം എല്ലാവർക്കും അറിയാം, സുന്നിയാണ്. എന്നാ മുജാഹിദ് മൗലവിന്റെ വെല്ലുവിളി കേൾക്കണം നിങ്ങൾക്ക്. മുജാഹിദ് മൗലവിന്റെ വെല്ലുവിളി, ഏതെങ്കിലും ഒരു സംവാദത്തിൽ ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചതായിട്ട് ഒരു ക്ലിപ്പിന്റെ ഒരു ശകലം കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച എന്താ മൂല്യമാര്യങ്ങൾ പറയാ? തിരിഞ്ഞോ? ഇസ്തിഗാസ അനുവദനീയമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, അതിന്റെ ക്ലിപ്പിന്റെ ഒരു ശകലം നിങ്ങൾക്ക് നിക്കാഹിൽ, ഹലാലായ നിക്കാഹിൽ പിറന്ന വല്ല കുട്ടിക്കുമുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റൂ എന്നുള്ള ചോദ്യം വെറുതെ പറയിപ്പിക്കരുത് കേട്ടോ. സാക്ഷര കേരളത്തെ പറയിപ്പിക്കരുത്. എന്നാ ഇൻഷാ അല്ലാഹ്, എന്നാ ഹലാലായ നിക്കാഹിൽ പിറന്ന നിങ്ങളുടെ വെല്ലുവിളി ഇൻഷാ അല്ലാഹ് ഇതാ ബൈലക്സിലൂടെ ഏറ്റെടുത്തിരിക്കുന്നു. നാളെ സൗദി സമയം 9 മണിക്ക് വാ, ആൺകുട്ടികളുണ്ടെങ്കിൽ വാ. നാളെ ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പ് 32 മിനിറ്റുള്ള ക്ലിപ്പ് പ്ലേ ചെയ്യുന്നതോടുകൂടി ഞാൻ ഇത്രയും നാൾ ആ ക്ലാസ് റൂമിനെതിരെ ശക്തമായി ഒന്നും പറയാതിരുന്നത്, എന്തെങ്കിലും സുന്നത്തിയമായത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിച്ചോട്ടെ. എന്തിനാ ഞാൻ പാവം അബൂ ഷാക്കിർ ഉസ്താദ്, എനിക്ക് വ്യക്തിപരമായിട്ട് ആ ഉസ്താദിനോട് വലിയ സ്നേഹം കേട്ടോ, അതിനാർക്കും വെറുപ്പൊന്നും വേണ്ട. അബൂ ഷാക്കിർ ഉസ്താദ്, ഏതായാലും അദ്ദേഹത്തിനൊക്കെ അള്ളാഹു സത്യം മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ.
എന്നെയും ആയ കാലത്ത് അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോ അത്തരം ഒരുപാട് ഫിഖ്ഹി ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ക്ലാസ് അല്ലേ, ഞാനായിട്ട് എന്തിനാ കുളന്തോട്ടുന്നെ? എന്നാലേ ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നോ? ഇപ്പോ ഒരു കാലത്ത് STV-യിൽ ഈ മുടിച്ചർച്ച വേണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ തലവൻ ഇന്ന് മധ്യസ്ഥനാകുന്നു. എങ്ങനെയുണ്ട്? STV-യുടെ അഡ്മിൻ മീറ്റിംഗ് ഈ മുടിച്ചർച്ച നമുക്ക് നാളെ മുഖാമുഖുണ്ടോ? അതിന്റെ സമയമൊക്കെ നാളെ സംവാദം ഉണ്ടോ? നൂർ ഫൈസി ഉസ്താദ് ഒന്ന് മൈക്കിൽ വന്നിട്ട് ഒഴിഞ്ഞ സമയം പറഞ്ഞോളൂ, എനിക്കൊരു അരമണിക്കൂർ ക്ലിപ്പിനും അരമണിക്കൂർ എനിക്ക് ഇവരെ അത് തേച്ച് മിനുക്കി ഒന്ന് പുഴുങ്ങിയെടുക്കാനും പോകണം. 1 മണിക്കൂർ എനിക്ക് വേണം. നിങ്ങൾക്ക് പറ്റുന്ന സമയം എപ്പോഴൊന്ന് അറിയിക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങളെ വെല്ലുവിളി ഉണ്ടല്ലോ, ഇതുപോലുള്ള കുറെ വെല്ലുവിളി കണ്ടുതന്നെയാ. മൂപ്പൻ നോക്കിയതാ, ഇവര് നോക്കിയാ എത്ര ക്ലിപ്പിന് വരും, എത്ര ക്ലിപ്പ്. മക്കളെ, ഖുർആൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. എന്താ ഇബ്നു കസീറിന്റെ തഫ്സീർ? ബിലാ ഹദ്ദിൻ വലാ ഹസർ, കയ്യും കണക്കുമില്ലാതെ വന്നോളും. പച്ച നുണകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ ക്ലിപ്പിന്റെ മാനപ്പടക്കം വരും. ഇതൊന്നും ഇത് ദുനിയാവിനൊരാൾ കേൾക്കാത്ത ക്ലിപ്പാ നാളെ വരാൻ പോന്നെ. അന്ന് നൗഷാദ് ഹസനി വാരിക്കൊണ്ടുപോലൊന്നും ഇല്ലാത്തതാ. നിങ്ങൾ എന്താ വിചാരിച്ചെന്നാ? ഇല്ലല്ലേ? നാളത്തെ അതും ആ ഒരു ക്ലിപ്പ് പുറത്തു വരുന്നതോടുകൂടി തന്നെ ഏകദേശം ഒരു 5-6 എണ്ണത്തിന് നാളെ കബറടക്കും ഒറ്റ ദിവസം കൊണ്ട്. സാധാരണ ഒരു ക്ലിപ്പിന് ഒന്നാണ്. ഏലംകുളത്തിന്റെ ഒരു ക്ലിപ്പാണെങ്കിൽ അന്ന് ഏലംകുളം, അല്ലെങ്കിൽ മറ്റേ വേറൊരു ക്ലിപ്പാണെങ്കിൽ KKM-ന്റെ മറ്റൊന്ന്. ഈ ഒരു ക്ലിപ്പോടുകൂടി ഏകദേശം 5-6 എണ്ണത്തിന് ഒന്നായിട്ടിട്ട് പൂയിങ്ങാൻ പറ്റും. നമുക്കൊന്ന് കാണാലെന്നാല് വെല്ലുവിളി അല്ലേ? അതിന് മാത്രമൊന്നും ആയിട്ടില്ല മക്കളെ. അള്ളാന്റെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നിങ്ങളൊരു നുണ പറഞ്ഞു, അതൊരു അബദ്ധമാണെന്ന് ആദ്യം ധരിച്ചു. ആ അബദ്ധം സുബദ്ധമാക്കാൻ വേണ്ടി നിങ്ങൾ നുണയുടെ നുണ മത്സര പരമ്പര നടത്തി. അവസാനം ഇപ്പൊ എന്താ ഉണ്ടായേ? നിങ്ങൾ അതിന്റെ പിന്നെ ആ ടേണിംഗ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോ ഈ മുടിക്ക് വേണ്ടി ഘോരഘോരം ശബ്ദിച്ച മലബാർ റൂം അതെവിടെ? ഇപ്പോ വടുതല അൻവരി എന്ന് പറയുന്ന ആള് ഇപ്പൊ എവിടെ? മലബാറിന്റെ ആളുകൾ ഇപ്പൊ കാണാനില്ലല്ലോ. എവിടെ പോയി? മലബാറിൽ ഒരു കാലത്തുണ്ടായിരുന്ന മുഹമ്മദ് രാമന്തള്ളി എവിടെ പോയി? മലബാറിൽ ഒരു കാലത്തുണ്ടായിരുന്ന നൗഷാദ് ഹസനി ഇപ്പൊ എവിടെ പോയി? ഇൻഷാ അല്ലാഹ് താമസിയാതെ തന്നെ ഇനി അടുത്ത സംവാദത്തിന്റെ വേദിയിൽ KKM സേദി നിങ്ങൾ വന്നോളൂ. എനിക്ക് കൊണ്ടുവരാൻ പോകുന്നത് സാക്ഷാൽ നൗഷാദ് ഹസനെ തന്നെയായിരിക്കും. അതിന്റെ ഒരു കുറവും കൂടി ബാക്കിയുണ്ട്. അത് അപ്പൂതിയും കൂടി മാറ്റിത്തരാം. എല്ലാ പൂതിയും കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കുകയാണ്. നമ്മളൊരു 1-2 മാസം അടങ്ങി നിന്നോക്കി ഇവരിതൊക്കെ ഒന്ന് ഒഴിവാക്കുമോ നോക്കിയതാ. നോക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, വേരുമ്മ പൊടിക്കുന്ന സാധനം. ക്ലിപ്പുകളൊക്കെ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞ് തീർന്ന് ഇനിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുണ്ടല്ലോ, ഈ കറവ പശുവിനെ കുത്തിക്കറക്കുന്ന പരിപാടിയുണ്ട്. കറവ പശുവിനെ കുത്തിക്കറന്നിട്ടും പാല് കിട്ടാത്ത കണ്ടാലേ പിന്നെ ഉള്ള ചട്ടി എടുത്ത് പോവും. അതുപോലെ ഒന്ന് ഇറങ്ങി നോക്കിയതാ മക്കളല്ലേ. എന്നാ ഒന്ന് കളി നമുക്ക് നോക്കാലോ. നാളെ റെഡി ചെയ്യുന്നോ? ആരിപ്പോ അമീർ ഭായിയോ നൂർ ഫൈസി ഉസ്താദ് ആരാണെന്ന് വെച്ചാല് ഒന്ന് മൈക്കിൽ വന്നിട്ട് എനിക്ക് തരാൻ പോകുന്ന സമയം നിങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചോ. എന്നിട്ട് ഫേസ്ബുക്കോ ഇന്റർനെറ്റോ യൂട്യൂബോ ട്വിറ്ററോ നാളെ കുറച്ച് ആളുകൾക്ക് പുഴുങ്ങാനുണ്ട് അല്ലെ. വെല്ലുവിളിക്കുന്ന സമയത്തൊന്ന് ഓർത്ത് വെല്ലുവിളിക്കണം. നിങ്ങളെ കൂട്ടത്തിൽ ഒരൊറ്റൊരുത്തന് വിശ്വാസമില്ല എന്ന് നിങ്ങളുടെ സനത് വെച്ച് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നാളെ സമർത്ഥിക്കും. നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്കുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരൊറ്റൊന്നിനും ഇത് വിശ്വാസമില്ല. കുടുംബം പുലർത്താൻ വേണ്ടിയാണ് കാന്തപുരത്തെ താങ്ങി നടക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ തെളിയിച്ചിരിക്കും. നാളെ വരെ ഒന്ന് കാത്തിരിക്കും. തൽക്കാലം അമീർ മൈക്കെടുത്തോ, ബാക്കി ശേഷം പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാളെ 9 മണിക്ക് നമുക്ക് സംവാദമുണ്ട് ജിന്നൂരി ഗ്രൂപ്പുമായിട്ട് ഇസ്തിഗാസ വിഷയത്തില്.
അപ്പൊ ഇൻഷാ അല്ലാഹ് ജിസാൻ മറ്റന്നാളാക്കാം, തിങ്കളാഴ്ച നേരത്തെ ആക്കാം, നിങ്ങൾ പറയുന്ന സമയത്താക്കാം. നിങ്ങൾ പറഞ്ഞോളൂ സമയം, നിങ്ങൾ ഏത് പറയുന്ന സമയമാണോ ആ സമയത്ത് റെഡിയാണ്. ജനങ്ങളും തന്നെ 48 മണിക്കൂർ ആ 6 ആളുകളൊന്ന് വിറക്കുകയും ചെയ്യട്ടെ. തിങ്കളാഴ്ച 9 PM സൗദി സമയമല്ലേ? ഓക്കെ. സുന്നീസ് ഓക്കെ അല്ലേ? നൗഷാദ് സാഹിബ് നൂർ ഫൈസ്തത് ഒരു എസ് അടിച്ചാൽ ഓക്കെ. സുന്നീസ് എസ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാത്രി സൗദി സമയം 9:30, ഇന്ത്യൻ സമയം 11:30. ഇനി ഉറങ്ങേണ്ടവരൊക്കെ നേരത്തെ കാലത്ത് ഉറങ്ങി വരാം. ഏറ്റവും പുതിയ ക്ലിപ്പാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും ജിഷാൻ തന്നെ മൈക്കിൽ തുടരണം. അസ്സലാമു അലൈക്കും. എല്ലാവരും FB-യിലും വാട്സപ്പിലൊക്കെ പരസ്യം ചെയ്തോളൂ. ഏതായാലും നമ്മള് രാഷ്ട്രീയക്കാരെ പോലും കവച്ചു വെക്കുന്ന വിധത്തിലുള്ള പെർഫോമൻസുകൾ അരങ്ങേറുകയാണ്. കാരണം കൊല്ലം സീറ്റ് കിട്ടാതിരുന്നപ്പോ RSP ഇങ്ങോട്ട് ചാടി, LDF-ൽ നിന്ന് UDF-ലേക്ക്. പണ്ട് വടകര സീറ്റ് കിട്ടാതിരുന്നപ്പോ വേറൊരു പാർട്ടി ഈ ഗ്രൂപ്പിൽ നിന്ന് മറ്റേ ഗ്രൂപ്പിലേക്ക് ചാടി. ഏതായാലും ചാട്ടങ്ങളുടെ കളിയാണല്ലോ. ഇനി ഒന്നും സമർത്ഥിക്കാൻ അതിൽ ബാക്കിയില്ല എന്ന് പറഞ്ഞ ആള് തന്നെ ഇന്ന് സംവാദത്തിന് വന്നപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു. ഏതായാലും ആ മണിമുഴക്കം ഒന്നുകൂടി കേൾക്കൂ നിങ്ങൾ. അപ്പോ ആടെ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷേ ബഹുമാന്യനായ ഏലംകുളം സക്കാഫിയോട് നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്കൊക്കെ അല്പം തക്കവ ഉണ്ട് എന്ന് ഞാൻ തെറ്റിപ്പോയി. നിങ്ങൾക്കുള്ള ഇൽമ് വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിന് ആത്മാർത്ഥമായി നിങ്ങൾ ഭയക്കുന്ന ഒരു പണ്ഡിതനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ നിങ്ങൾ ഇന്ന് ഈ വ്യാജമുടി ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെയുള്ള മൗനം തുടർന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ഇത്ര പരസ്യമായി സംസാരിക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വലുത് ദീനിനേക്കാൾ വലുത് ദുന്യാവാണെന്നും കാന്തപുരത്തിന്റെ കൂടെ നിന്നിട്ടുള്ള കിമ്പളമാണെന്നും അത് ബോധ്യപ്പെട്ടു. ഇന്ന് കണ്ണുകൊണ്ട് കണ്ടപ്പോ വേദനയോടെയാണെങ്കിലും അത് കാണേണ്ടി വന്നു. ഏതായാലും നാടക നടന്മാർ പോലും പിന്നിലാകുന്ന ഒരു അവസ്ഥാവിശേഷം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഈ KKM സാരി എന്ന് പറയുന്ന ആളെന്താ പറഞ്ഞത്? ജിഷാനെ പറഞ്ഞ് നന്നാക്കാനല്ലേ? KKM സാരി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, SKSSF-ന്റെ വേദിയിൽ ഔദ്യോഗികമായി ഞാനൊരു SK-കാരനാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു സമസ്തക്കാരനാണെന്നോ പറഞ്ഞിട്ട് ഇന്നേ വരെ പുറത്തു വരാതിരുന്ന സാക്ഷാൽ അബ്ദുൽ നസീർ അസ്ഹരിയോട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? KKM സാദി, നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾ ദുനിയാവിൽ നിന്ന് നിങ്ങളെ വാചക കസർത്ത് കൊണ്ട്, നിങ്ങൾ വാചകങ്ങൾ അടിച്ചുകൊണ്ട്, നിങ്ങൾ ഓരോ ലഫ്ള്, ഈ ലഫ്ള് ഞാൻ പറഞ്ഞോ, മറ്റേ ലഫ്ള് ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആളുകളെ മുമ്പിൽ തടിസലാമത്താക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. പക്ഷേ എന്താ വർത്താനോ? നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് KKM സാദി? അദ്ദേഹം G-Talk-ൽ വരണമെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ G-Talk-ൽ വരും. G-Talk-ൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ കേൾക്കണം. എല്ലാരും കേൾക്കുന്നില്ലേ? ജിഷാന്റെ സംശയം തീർത്തിരുന്ന ചോദ്യം കേൾക്കണല്ലോ. മൂപ്പര് G-Talk-ലും സ്കൈപ്പിലും വന്നിട്ട് അന്ന് ജിഷാൻ മാഹിയുടെ സംശയം തീർത്തത് എങ്ങനെയായിരുന്നോ? എന്താണ് ഹസ്രജി ഇപ്പൊ പറയുന്നത്? ഹസ്രജിന്റെ അടുത്ത് സനതുണ്ടോ? എന്താ കഥ? ഇവർക്കിതൊന്ന് അടങ്ങി നിന്നൂടെ?
ഈ വഹാബാണ് ഇതൊക്കെ ഇത്ര പ്രശ്നമാക്കിയത്. ജിഷാൻ മാഹിയെ നന്നാക്കാണ്, ജിഷാൻ മാഹിയെ നന്നാക്കാണ്. എന്നിട്ട് ചോദിക്കുക, എന്താ പറഞ്ഞ തിരുവത്തൂർ ഉസ്മാൻ സഖാഫി എന്താ പറഞ്ഞ അബുദാബിന്ന്? എന്നിട്ട് ഉള്ള ന്യൂസ് മുഴുവൻ, എല്ലാ ന്യൂസ് മുഴുവനും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനുമായി ബന്ധപ്പെടുകയും നാട്ടിൽ നിന്നുള്ള പണ്ഡിതന്മാരെന്താ പറഞ്ഞത്, ഗൾഫിലുള്ള ഖസ്റജി എന്താ പറഞ്ഞത്, ജാലിയവാല എന്താ പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞ ആള് സുബ്ഹാന ജല്ല ജലാലുഹു ഞാൻ മേപ്പോട്ട് നോക്കി, എന്നെ നന്നാക്കാനാവൂല മൂപ്പര് വിളിച്ചത്. എങ്ങനെയുണ്ട്? എന്നെ നന്നാക്കിയിട്ടാണ് ബഷീറാജിയായിട്ടുള്ള സംസാരത്തിൽ നിങ്ങൾ കുണുങ്ങി ചിരിച്ചതല്ലേ സാദി? ജിഷാൻ മാഹിയെ നന്നാക്കിയിട്ടാണ് നിങ്ങൾ ബഷീറാജിയുമായി സംസാരിച്ച, ബഷീറാജിയെ പറ്റി എന്നോട് പറഞ്ഞു തരുന്ന സാക്ഷാൽ കാന്തപുരത്തെ പറ്റി നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അബൂദാബിയിലുള്ള ഒരു പരിപാടി, അബൂദാബിയിലല്ലേ ദുബൈയിൽ, രണ്ടിലും. ഇനിയിപ്പോ സ്ഥലം മാറിയിട്ടാണ് കയറി പിടിക്കണ്ട. അബൂദാബിയിൽ അല്ലെങ്കിൽ ദുബായിലുള്ള ഒരു പരിപാടിയിൽ, കാന്തപുരം സംബന്ധിക്കുന്ന പരിപാടിയിൽ സ്റ്റേജുമ്മ കയറിയ ആളുകൾ മുഴുവനും കാന്തപുരത്തിന്റെ ഭക്തിയും കാന്തപുരത്തിന്റെ അമിതമായ മഹത്വവും പറഞ്ഞെങ്കിലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് എനിക്ക് കിട്ടിയ വിഷയം മാത്രം പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോ അത് അഭിനന്ദിക്കാൻ ആളുണ്ടായി. ഞാൻ അങ്ങനെ ഒരു വ്യക്തിപൂജയുടെ ആളല്ല എന്ന് പരസ്യമായി നിങ്ങൾ പറഞ്ഞത് മറന്നോ സാദി? നിങ്ങൾ മറന്നോ? കഴിഞ്ഞില്ല. അബൂദാബിയിൽ സാക്ഷാൽ പൊന്മൽ അബ്ദുൽ ഖാദർ മുസ്ലിയാരെയും അതുപോലെ തന്നെ ഈ സുലൈമാൻ ഉസ്താദിനെയും അതുപോലുള്ള പണ്ഡിതന്മാരെ അടച്ചു പൂട്ടിയിട്ട് ഒരു റൂമിൽ കുശുകുശു പറഞ്ഞു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് മറന്നുപോയോ സാദി? ഇതൊക്കെ എന്നെ കൊണ്ട് എരന്ന് വാങ്ങാണോ? എരന്ന് വാങ്ങിക്കാൻ ചോദിക്കുകയാണെങ്കിൽ തരാൻ തയ്യാറാ. എന്താണെന്ന് കുശുകുശു പറഞ്ഞതെന്ന് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന അടുത്ത പ്രാവശ്യങ്ങൾ നിങ്ങൾ STV-യിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജുമ കയറിയിട്ടൊന്ന് പറയണം നിങ്ങൾ. അപ്പം ഞാൻ ബാക്കി പറഞ്ഞുതരാം. അന്ന് അബൂദാബിയിൽ പൊന്മലയോടും സുലൈമാൻ ഉസ്താദിനോടും അന്ന് കുശു എന്ന സംസാരം, അബൂദാബിയിലെ റൂം അടച്ചു പൂട്ടിയിട്ട് സംസാരിച്ച സംസാരം എന്താണെന്ന് അന്ന് ഞാൻ മണി പോലെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. നിഷേധിക്കാദ്യം. എന്നിട്ട് പാച്ച നുണകൾ പറയാ. അള്ളാഹുവിനെ ലവലേശം ഭക്തിയില്ലാത്ത, പേടിയില്ലാത്ത, ആഖിറത്തിൽ പേടിയില്ലാത്ത, ഭയമില്ലാത്ത പണ്ഡിതധാരികൾ എന്ന് പറയുന്ന ഇത്തരം ആളുകൾക്കെതിരെ ഞാൻ ഇത്ര ശക്തമായ ഭാഷയിൽ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട്, പക്ഷേ നാണക്കേട്, ലജ്ജ തോന്നുകയാണ്. നിങ്ങളൊക്കെ പണ്ഡിതന്മാരെന്ന് വിളിക്കുകയാണെങ്കിൽ അതിന് ലജ്ജിക്കണം ഈ സമൂഹം. കാരണം നിങ്ങൾക്ക് ഈ സമൂഹത്തോട് കാണിക്കുന്ന അക്രമവും വഞ്ചനയും എല്ലാ മക്കളെ, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നാൽ അന്തസ്സായിട്ട് 1500-2000 കിട്ടുമല്ലോ. ആർക്ക് വേണ്ടിയാണ് മക്കളെ ദീന് പണയം വെക്കുന്നത്? നിങ്ങള് ആർക്ക് വേണ്ടിയാണ് ദീന് പണയം വെക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരൊറ്റൊന്നിനൊരു വിശ്വാസം ഇല്ലാന്ന് നാളെ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നാളെയല്ല മറ്റന്നാള് തിങ്കളാഴ്ച സൗദി സമയം 9 മണിക്ക് ആ ക്ലിപ്പിട്ട് ഞാൻ കേൾപ്പിച്ചു തരും. എന്നാൽ നിങ്ങൾ സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ പോരും. ഒരിക്കലുമില്ല സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് തോന്നണ്ട. അക്കൂട്ടത്തിൽ ആൾ ഇനിയും ബാക്കിയുണ്ടാവും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമായ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ആ കലാമായ പരിശുദ്ധ ഖുർആനിൽ തോതിയിട്ട് ലോകത്ത് ഇത്ര വലിയ നേതാവിന് വരാൻ ബാക്കിയില്ല. ഇത്ര വലിയ വിജ്ഞാനത്തിന്റെ സ്രോതസ്, ഇത്ര വലിയ വിജ്ഞാനത്തിന്റെ ഉറവിടം, ലോകത്ത് ഇത്രയും വലിയൊരു നേതാവ്, ഇത്രയും വാക്ചാരിത്യമുള്ള ഒരു നേതാവ്, ഇത്രയും പിന്നെ സൗന്ദര്യമുള്ള ഒരു നേതാവ്, ഇത്രയും ശബ്ദഗാംഭീര്യമുള്ള ഒരു നേതാവ് അന്ന് മക്കയിലും മദീനയിലും പ്രബോധനം നടത്തിയിട്ട് ആളുകൾ മുഴുവൻ നന്നായിട്ടില്ല. അതുകൊണ്ട് ഇക്കേൾപ്പിക്കുന്ന ഗ്രൂപ്പ് കൊണ്ടും ആ ഗ്രൂപ്പിലുള്ള കഴിവുകൾ എന്ന് പറയുന്ന ആളുകൾ, ഞാനല്ല, സാലിഹ് സഖാഫിയുടെ ആ കേട്ടസി എടുക്കുകയാണ്. സാക്ഷാൽ സാലിഹ് സഖാഫി പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിൽ ഇനി ഉണ്ടാകണം. എന്നിട്ട് പച്ച നുണ. ഇത് നിങ്ങൾ അറിയോ? ഇത് നാളെ ഞാൻ പൊട്ടിക്കാൻ പറ്റ സാധനം, അത് പൊട്ടിച്ചാൽ ഉണ്ടാകുന്ന വിപത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പ്രിയ സുഹൃത്ത് കൂടി അതിൽ പെടുന്നുണ്ട്.
ഞാൻ ഇന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ഇന്ന് അദ്ദേഹത്തോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നിന്ന് ആ ക്ലാസ് റൂമിനോട് നിങ്ങൾ വിട പറഞ്ഞില്ലെങ്കിൽ എനിക്കിത് ഇടേണ്ടി വരും. ഇട്ടാൽ സംഭവിക്കുന്ന വിഷയം എന്താണ്? വത്തഖൂ ഫിത്നത്തുൻ ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു മുസീബത്ത് വരുന്ന സമയത്ത്, ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചെതൽപ്പൊടിയിടുന്ന സമയത്ത് അത് കടിച്ച ഉറുമ്പിനെ മാത്രം ഇടാറില്ല. ഇടുന്ന സമയത്ത് മുഴുവൻ ചെതൽപ്പൊടിയിടുന്ന സമയത്ത് ആ പാവം ഉറുമ്പും ചിലപ്പോ അതിലങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, അതിനു മുമ്പ് നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ഇത്തിരി പ്രയാസമുള്ള വിഷയമാണല്ലോ ജിഷാനെ, എങ്കിലും ആയിക്കോട്ടെ, ഞാൻ 24 മണിക്കൂർ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയം തരാ. നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് എപ്പോഴേ കാണട്ടെ. ഇവരുടെ കാപട്യം ഒരൊറ്റ ഒരുത്തന് വിശ്വാസമില്ല. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ പാച്ച നുണ പറഞ്ഞിട്ട് ഈ ആഖിറം പണയം വെച്ചിട്ട് ദുന്യാവ് നേടുന്ന നിങ്ങളെ പുച്ഛമാണെന്നാണ് പറയാനുള്ളത്. എന്താണ് കഥ? ഞാൻ സത്യം പറഞ്ഞാല് ഉള്ളത് പറയാലോ. ഏലംകുളം റഷീദ് സഖാഫി പരിപാടിക്ക് വരും, എല്ലാരും വരും എന്നൊർത്തും ഞാനിത് വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? കാരണം എന്നേക്കാൾ കൂടുതൽ അത് വ്യാജമാണെന്ന് അറിയുന്ന വ്യക്തി സാക്ഷാൽ അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളമാണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളം? ദീനീപരമായ വിഷയത്തിൽ ഉള്ള പോലെ പറയണല്ലോ, എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്തെന്ന വ്യക്തിയാ. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടി വന്നത് അതും അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. കാരണം അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒന്നാമത്തെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സ്നേഹം അത് ലോകരക്ഷിതാവായ മാലിക്കുൽ മുലൂക്കായ അലീമും ഹക്കീമുമായ രാജാതിരാജനായ അള്ളാഹുവിനോടുള്ള സ്നേഹം. ആ അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ ഫവല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹ. അതിന്റെ മേലൊന്നും ആരുമില്ല മക്കളെ. അതുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പച്ചക്ക് തന്നെ പറഞ്ഞുതരാ. ഈ വിഷയം, ഈ ക്ലിപ്പുകളുടെ മാലപ്പടക്കം മുഹമ്മദ് രാമന്തള്ളി പുറത്തു വിട്ടപ്പോ നിങ്ങൾ മനസ്സിലാക്കണം. മുഹമ്മദ് രാമന്തള്ളി ഈ ക്ലിപ്പ്, ഇതൊന്നും ഞാൻ ഇതുവരെ പരസ്യമായിട്ട് ഇവിടെ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. കാരണം പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം മുഹമ്മദ് രാമന്തള്ളി ഈ ക്ലിപ്പുകൾ പുറത്തുവിട്ടു അല്ലേ? പുറത്തുവിട്ടു എന്ന് പറയാൻ കാരണോ, 9-ാം മാസമായിട്ടും 10-ാം മാസം തുടങ്ങിയിട്ടും 9 മാസവും ചില്ലറ ദിവസം കഴിഞ്ഞിട്ട് കുട്ടി പുറത്തു വരുന്നില്ലെങ്കിലേ ആരെങ്കിലും ഒരാളൊന്ന് കീറി കൊടുക്കണ്ടേ? കുട്ടി പുറത്തു വരുന്നില്ല. അപ്പോ കത്തിയെടുത്ത് മുഹമ്മദ് രാമന്തള്ളി ഒരു കീറി കൊടുത്തു. അതിലൂടെ പുറത്തു വന്ന കുട്ടിയാണ് റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തു വന്ന കുട്ടി. അങ്ങനെ ഈ കുട്ടി പുറത്തു വന്ന സമയത്ത് ഈറ്റെടുക്കാൻ വേണ്ടി 2 ആൾ വന്നു. ഈ കുട്ടി പുറത്തു വന്ന സമയത്ത് ഫോണിലൂടെ ഞാനുമായി പല ആളുകളും ബന്ധപ്പെട്ടു. ആദ്യമായി ഈ കുട്ടിയെ ഈറ്റെടുക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ഇന്നത്തെ സംവാദ വ്യവസ്ഥയിൽ പങ്കെടുത്ത സാക്ഷാൽ സിദ്ദീഖ് സഖാഫി അരിയൂർ എന്ന് പറയുന്ന മനുഷ്യൻ. ശരിക്കും മനസ്സിലാക്കണം. ഇതൊന്നും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം മരിച്ചു പോയിട്ടുണ്ട്, അള്ളാഹ് പൊരുത്തപ്പെടൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി പൊരുത്തപ്പെടൂല. കാരണം ഇതൊന്നും പറയേണ്ട. നിങ്ങളുടെ ഈ കാപട്യമുണ്ടല്ലോ, ഈ ജനങ്ങൾ നിങ്ങൾ നിഷേധിക്ക്. ഞാൻ പറയുന്ന ലഫ്ള് ഈ മുടിഭക്തന്മാരായ ആളുകളോട് ഞാൻ പറയാ, നന്നായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഈ പറയുന്ന അബൂബക്കർ സിദ്ദീഖ് സഖാഫിക്കും അതുപോലെ തന്നെ അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളത്തിനും നിങ്ങൾ കൊണ്ടുപോയിട്ട് അവരുടെ കർണപുടത്തിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടൊന്ന് തുറന്നു കൊടുത്ത് കേൾപ്പിക്കണം. SSF കാരാ,
എന്നിട്ട് കേൾപ്പിച്ചിട്ട് നിങ്ങൾ ചോദിക്കണം. ജിഷാൻ പറയുന്ന ഏതെങ്കിലും ഒരു വരിയില്ല, ഏതെങ്കിലും ഒരു ലൈന് കളവുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ സഖാഫി. ഏതെങ്കിലും ഒരു വരി കളവുണ്ടെങ്കിൽ അതിൽ നിന്ന് അടിവരയിട്ടൊന്ന് പറഞ്ഞു തരണേ. എന്താ കാരണോ? ഇവര് വീട്ടിൽ വന്നു. ആദ്യം വന്നത് സിദ്ദീഖ് സഖാഫി അരിയൂർ. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിഷാനെ, ഇയാള് വേറെ എനിക്ക് അന്ന് ഇയാള് സഖാഫിയാണെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പ്രവർത്തകനാ. കാരണം കളവിൽ ജനിച്ചു വളർന്ന ആളുകളാണല്ലോ. വേണമെങ്കിൽ പറയും എല്ലാവർക്കും പ്രവർത്തകല്ലേ, കാരണം കാന്തപുരം പറഞ്ഞു ഞാനൊരു പ്രവർത്തകനാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വാചകം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങൊക്കെ എങ്ങോട്ടും വേണം ചരിച്ചിടാം. ഞാനൊരു പ്രവർത്തകനാന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഇയാൾ വന്നിട്ട് പ്രവർത്തകനാന്ന് വന്നിട്ട് ശരിക്കും കേൾക്കണേ, എന്നോട് പറഞ്ഞു, ജിഷാനെ, നീ ഇതിൽ കുറ്റക്കാരനല്ല എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കാണ്. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വരി കളവാണെന്ന് ഈ പറയുന്ന സിദ്ദീഖ് സഖാഫിയോ അല്ലെങ്കിൽ അബ്ദുൾ റഷീദ് സഖാഫി ഏതെങ്കിലുമോ നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഉള്ളം കയ്യിൽ നിന്ന് രോമ ഞാൻ പറിച്ചു തരും. ഒന്ന് പറങ്ങള്. എന്നിട്ട് ഇയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിഷാനെ, നീ ഇതിൽ ഉത്തരവാദിയല്ല എന്ന് എനിക്കറിയാം. നീ നിഷ്കളങ്കമായി ചെയ്തതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഇതിൽ ഉത്തരവാദിയല്ല. ഇതിൽ കളിച്ച ആളുകൾ ചില ആളുകളുണ്ട്, അവരെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അന്ന് ഇയാൾ എന്നോട് പറഞ്ഞെന്താ, എന്റെ പേര് അബൂബക്കർ. ആയിക്കോട്ടെ, അന്ന് അബൂബക്കർ എന്നാ മൂപ്പര് പറഞ്ഞു. പിന്നെയാണ് ഇത് അബൂബക്കർ സിദ്ദീഖ് സഖാഫിയാണെന്ന് പിന്നെയാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഇയാൾ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ? കാരണം ഉസ്താദിനെ വിളിക്കാൻ നിർവാഹമില്ലല്ലോ. കാരണം അന്ന് മൂപ്പര് ഞാനൊരു പ്രവർത്തകനാണെന്ന് പറഞ്ഞാണ് ഏകദേശം രാത്രി 7-7:30 മണിക്ക് എന്റെ വീട്ടിൽ വന്നത്. 7:30 മണിക്ക് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, വഴിയിൽ ഏലംകുളം റഷീദ് സഖാഫി നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് രാത്രി വരുമ്പോൾ ആരെങ്കിലും കണ്ടുപോയാൽ അതൊരു വിവാദമാകണ്ട എന്ന് കരുതിയിട്ട് സാക്ഷാൽ അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം അദ്ദേഹം കുഞ്ഞിപ്പള്ളി പരിസരത്ത് നിൽക്കുന്നുണ്ട്. എങ്ങനെ? എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരെയുള്ള മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ മറമാടപ്പെട്ട് പുണ്യമാക്കപ്പെട്ട മഹാന്മാരായ ഒരുപാട് സ്വാലിഹീങ്ങൾ കിടക്കുന്ന ആ കുഞ്ഞിപ്പള്ളി പരിസരത്ത് റഷീദ് സഖാഫി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഏതായാലും ശരിയായില്ല. ഏലംകുളം ഉസ്താദിനെ കൂട്ടാതെ നിങ്ങൾ റോഡിലിട്ട് വന്നത് ശരിയായില്ല, അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടി. അപ്പം പറഞ്ഞു, അദ്ദേഹം വീട്ടിൽ വന്നാലേ ആരെങ്കിലും കണ്ടാൽ അത് നാട്ടിൽ ഫ്ലാഷ് ആവും. ജിഷാൻ മാഹിയുടെ വീട്ടിൽ ഏലംകുളം സഖാഫി പോയി എന്ന് പറഞ്ഞാൽ വീണ്ടും ന്യൂസ് പുറത്തു വരും, അതൊച്ചപ്പാടാകും. ഞാൻ പറഞ്ഞു, ഈ ഭാഗം അത്ര സ്ട്രോങ് ആയ ഭാഗമല്ല, ഒരാളും കാണുകയില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിപ്പള്ളി പരിസരത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ, ഒരു 3 മണിക്കൂർ മുമ്പോട്ട് പോയാൽ, മോന്താൽ എന്ന് പറയുന്ന കരിയാട് ഭാഗത്തുള്ള മോന്താലിലുള്ള സാജിദ് എന്ന് പറയുന്ന തലശ്ശേരിയിലുള്ള ഒരു പ്രവർത്തകനെ കൂട്ടിയിട്ട് ഈ പറയുന്ന സിദ്ദീഖ് സഖാഫിയുടെ കൂടെ വന്ന ഡ്രൈവർ എന്ന് പറയുന്ന ഒരാളും, അതുപോലെ തന്നെ ഈ സാജിദ് എന്ന് പറയുന്ന പ്രവർത്തകനും കൂടി പോയിട്ട് സാക്ഷാൽ അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളത്തെ കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് രാത്രി വന്നു. സമയം 8:30. അന്ന് ഞാൻ ബൈലക്സിൽ, ശരിക്ക് കേട്ടോ, അന്ന് ഞാൻ ബൈലക്സിൽ സാക്ഷാൽ കള്ളനല്ലേ, അതങ്ങനെ തന്നെയാ. അബൂജഹല് സ്വന്തം കണ്ണാടി നോക്കിയാൽ എങ്ങനെയാ മക്കളെ കാണുക? അതാ നിങ്ങൾ കാണുക. അബൂജഹല് ലാനത്തുല്ലാഹി അലൈഹി സ്വന്തം കണ്ണാടി നോക്കിയിട്ട് എങ്ങനെയാ കാണുന്നത്, അത് തന്നെയാ നിങ്ങൾക്ക് കാണുക. അപ്പൊ അതൊക്കെ തോന്നും. അങ്ങനെ ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫി എന്റെ വീട്ടിൽ വന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് സങ്കടമായി. കാരണം ആകെ വിയർത്ത് വെപ്രാളം പിടിച്ചിട്ടുള്ള ഒരവസ്ഥയിൽ
ഞാൻ ഈ മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആ കാലത്ത് ഞാൻ സത്യത്തിൽ ഇദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടമായി. അപ്പം പറഞ്ഞു, ഇയാൾ മിണ്ടുന്നില്ല കേട്ടോ. സംസാരം തീർത്ത് നടത്തുന്നത് ഈ അബൂബക്കർ സിദ്ദീഖ് സഖാഫി അരിയൂരി എന്ന് പറയുന്ന മനുഷ്യനാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിഷാനെ, നീ വിചാരിച്ചാൽ SKSSF ഇന്ന് നടത്തുന്ന ആഘോഷം അതൊരു പരിധിവരെ നിനക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, നാട് നീളെ നിന്റെ CD അവർ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് ആ CD, നീ ആ CDക്കെതിരെ ഒരു തിരുത്തായിട്ട് മറ്റൊരു CD കൊടുക്കണം. ആ CDക്ക് ബദലായിട്ട് മറ്റൊരു CD കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കാന്തപുരം തരുന്ന ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ അള്ളാഹിന്റെ ഹക്ക്, അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പച്ച തോന്നിവാസം കളിച്ചത് കയ്യോടെ ഞാൻ കണ്ടത്. അത് തിരുത്തി പറയാൻ വേണ്ടി ഈ പറയുന്ന അബൂബക്കർ സിദ്ദീഖ് സഖാഫി എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യമായിട്ട് തന്നെ പറഞ്ഞു, നിങ്ങളൊന്നും തോന്നരുത്, അതിനെന്നെക്കൊണ്ട് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പാടില്ല എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ശത്രുക്കൾ പറയിപ്പിക്കാൻ നോക്കിയ സമയത്ത് ഈമാനുള്ള സഹാബികൾക്കത് പറയാൻ സാധ്യമാണോ? സഹോദരന്മാരെ, ഇദ്ദേഹം എന്നോട് പറഞ്ഞ ആദ്യത്തെ വാചകം ഈ പറഞ്ഞ CDക്കെതിരെ, അതെ, സാക്ഷാൽ എന്റെ പഴയ സുഹൃത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞു, അത് സാധ്യമല്ല. അപ്പ എന്നോട് പറഞ്ഞു, അത് ഇല്ലെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യും, ഇന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ മുജാഹിദിനെതിരെയും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും നന്നായിട്ടൊരു കശക്ക്. അപ്പ എന്താകും, ഈ വിഷയം ഒന്നങ്ങ് അമർന്നു പോകും. അദ്ദേഹത്തിന്റെ വാചകം ഞാൻ അതുപോലെ കഥയെടുത്ത് പറയാ. അന്ന് ഞാൻ ബൈലക്സിൽ ഒരു പ്രൈവറ്റ് റൂം തുറന്നിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു പബ്ലിക് റൂം ഞാൻ തുറന്നിട്ട്, ഒരു കളർ റൂം ഞാൻ തുറന്നിട്ട് സംസാരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ വലത് ഭാഗത്ത് സാക്ഷാൽ ഏലംകുളം അബ്ദുർ റഷീദ് സഖാഫി ഇരിക്കുന്നുണ്ടായിരുന്നു, എന്റെ ഇടത് ഭാഗത്ത് സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് സഖാഫി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ജിഷാനെ, നീ ഏലംകുളം ഉസ്താദിനെ ഒന്ന് സഹായിക്കണം. ഇനി അടുത്ത ആവശ്യം കേട്ടോ. ഞാൻ പറഞ്ഞു, തിരുത്തി പറയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, പിന്നെ മുജാഹിദിനെതിരെ പറയാൻ നിങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അത് ഞാൻ പറയും. അത് മരിക്കുന്നവരെ പറയും, അത് റൗള ഷരീഫിൽ പോയാലും പറയും, അത് പരിശുദ്ധ ഹറമിൽ പോയാലും പറയും. അത് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ വഹാബികളല്ല, ഇൻഷാ അല്ലാഹ് ജീവനുള്ള കാലത്തോളം അറിയുന്ന ഇൽമ് വെച്ചിട്ട് റബ്ബ് ആയുസ്സും ആരോഗ്യവും തൗഫീക്കും ഹിമ്മത്തും തരുന്ന കാലത്തോളം വഹാബിസത്തിനെതിരെ സംസാരിക്കാനെയും. അത് കാശ് ഇട്ടെങ്കിൽ മാത്രമല്ല വഹാബികൾക്കെതിരെ സംസാരിക്കുക. കാശ് നോക്കിയിട്ട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പഠിച്ചത് ഇതിന് പറയാനാ എന്റെ പ്രിയപ്പെട്ട എന്റെ പുന്നാര പഴയ ഉസ്താദ്, ബഹുമാന്യനായ പേരോട് ഉസ്താദ് പഠിപ്പിച്ചത്. ഹക്കവടിയും തുറന്നു പറയണം, ആളെ നോക്കിയിട്ട് മൂടി വെക്കാൻ പാടില്ല എന്ന് എന്റെ ബഹുമാന്യനായ പേരോട് ഉസ്താദ് മുമ്പ് പഠിപ്പിച്ച ഉപദേശം ഞാനിതാ എന്റെ ശിരസാ വഹിച്ചുകൊണ്ട് ഞാനത് പ്രവൃത്തി കർമ്മപടത്തിൽ ഞാൻ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യേ, നീ തൽക്കാലം ഏലംകുളം ഉസ്താദിനൊന്ന് സലാമത്താക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഏലംകുളം റഷീദ് സഖാഫിയുടെ ഒരു ക്ലിപ്പ് മുഹമ്മദ് രാമന്തള്ളി പുറത്തു വിട്ടിട്ടുണ്ട്. ആ ക്ലിപ്പ് കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരാവുന്ന ക്ലിപ്പിന്റെ ഖനം, അതിന്റെ ബലമൊന്ന് കുറക്കാൻ വേണ്ടി നീ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് നൽകണം. ശരിക്ക് കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ നൽകണം? അതായത് നീ പറയണം. നീ എന്ത് പറയണം? മർക്കസിലുള്ള ആധാറുകൾ
ഏലംകുളം റഷീദ് സഖാഫി ബഹുമാനിച്ചിരുന്നു. അപ്പോ ഞാനൊന്ന് നോക്കി. അപ്പൊ അവരെ മുഖത്തൊന്ന് നോക്കി. അവരെ മുഖത്ത് നോക്കിയപ്പോ എന്നോട് പറഞ്ഞ മറുപടി എന്താ? ആസാറുകൾ എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ എഴുതിയ കിതാബ് ആസാറുകളല്ലേ? ഉളുപ്പുണ്ടോ വയ്യാമാരെ? നിങ്ങളാണോ ഇവിടെ ദീന് പറയാൻ വരുന്നത്? ഒരു ക്ലിപ്പിന്റെയും സഹായമില്ലാതെ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കോടതിയിൽ മറ്റുള്ള എന്തൊക്കെ വിഷയങ്ങൾക്ക് കുടുങ്ങിപ്പോയാലും ഈ പാവപ്പെട്ട ജിഷാൻ നെഞ്ഞു വിരിച്ചിട്ട് തന്നെ ഏലംകുളം റഷീദ് സഖാഫി നിങ്ങളെ മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട്, അതുപോലെ തന്നെ സിദ്ദീഖ് സഖാഫി അരിയൂരിനോട് പറയാനുള്ളത് വിരൽ ചൂണ്ടിയിട്ട് തന്നെ അന്ന് സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, കാത്തിരുന്നോ? എന്നിട്ട് പറയാ ഈ മുടിയെ, വ്യാജമുടിയെ ന്യായീകരിക്കാൻ വേണ്ടി എഴുന്നള്ളിയിരിക്കുക. ആ പകരേന്റെ ശിഷ്യം വന്നതിൽ എനിക്ക് സങ്കടമില്ല. പകരേന്റെ ശിഷ്യം വന്നതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷേ ഇവര് 110% ബോധ്യപ്പെട്ട ഈ ആളുകൾ എന്നിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇമാമിങ്ങളുടെ ആസാറുകള് ഏലംകുളം റഷീദ് സഖാഫി അന്നും ഇന്നും ബഹുമാനിച്ചിരുന്നു എന്ന് നീ ഒരു ക്ലിപ്പാക്കിയിട്ട് നീ നൽകണം. ഞാൻ പറഞ്ഞു അത് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇമാമിങ്ങളെ ആസാറുകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു സൗണ്ട് ഏലംകുളം റഷീദ് സഖാഫിക്ക് വേണ്ടി ഒരു ശബ്ദ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ആ ക്ലിപ്പ് കൊണ്ടുപോയിട്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാട് ഭാഗങ്ങളിലും നിങ്ങൾ ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടില്ലേ സഖാഫി സിദ്ദീഖ് സഖാഫി അരിയൂരെ? നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ ക്ലിപ്പ് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷാൽ മുസ്തഫ അഷ്റഫി കക്കുപ്പടി എന്ന ഇന്ന് സംസാരിച്ച SKSSFന് വേണ്ടി സംസാരിച്ച സമസ്ത SKSSFുമായി ഇസ്തിഖാമയുമായി ബന്ധപ്പെട്ട നേതൃനിരയിലുള്ള ഈ പറയുന്ന മുസ്തഫ അഷ്റഫി കക്കുപ്പടി എന്ന് പറയുന്ന ഉസ്താദ് ആ ക്ലിപ്പ് കേട്ട് എന്നെ വിളിച്ചതല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചേ? ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഏലംകുളം സഖാഫിയുടെ പേരിൽ ഫേസ്ബുക്കിലൊരു തിരുത്ത്. എന്റെ പേരിലുള്ള അപവാദ പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത്. മർക്കസിലുള്ള ആസാറുകളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നുള്ള തരത്തിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് നിങ്ങൾ കണ്ട ആളുകളില്ലേ? ഇല്ലേ? ഏലംകുളം റഷീദ് സഖാഫിയുടെ പേരിൽ കമന്റ് വന്നില്ലേ? ഏലംകുളം റഷീദ് സഖാഫിയുടെ പേരിൽ കമന്റ് വന്നില്ലേ? ആ കമന്റ് കണ്ടിട്ട് സാക്ഷാൽ അബ്ദുൽ നസീർ അസ്ഹരി എന്നെ വിളിച്ച് ചോദിച്ചു, ജിഷാനെ ഏലംകുളത്തിന് മനസ്സ് മാറിയോ? വിളിച്ച് ചോദിക്കണോ പോയിട്ട്? അദ്ദേഹമില്ലേ? അദ്ദേഹം ആക്കോട് സ്വദേശിയല്ലേ? ഖബറിൽ കിടക്കുന്ന ആളല്ലല്ലോ. നസീർ അസ്ഹരിയോട് പോയിട്ടൊന്ന് ചോദിച്ചു നോക്കണം, ഇങ്ങനൊരു സംഭവം നടന്നോ? നസീർ അസ്ഹരി എന്നോട് ചോദിച്ചു, ജിഷാനെ ഏലംകുളത്തിന് മനസ്സ് മാറിയോ? അങ്ങനെ ഞാൻ അതറിഞ്ഞപ്പോ ഏലംകുളം സഖാഫിക്ക് ഞാൻ വിളിക്കുകയാണ് ഫോണ്. അല്ല ഉസ്താദേ, ഫേസ്ബുക്കിൽ ഒരു തിരുത്ത് കാണുന്നുണ്ടല്ലോ. ആസാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ജാലിയാവാലിന്റെ മുടിയാണല്ലോ. അതുകൊണ്ട് ജാലിയാവാലിന്റെ മുടി റഷീദ് സഖാഫിയും അംഗീകരിച്ചോ? യാ അല്ലാ, യാ സുബ്ഹാൻ, യാ അല്ലാ എന്ന് ഭയപ്പാടോടുകൂടി ഈ പറയുന്ന അബ്ദുൽ റഷീദ് സഖാഫിയെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ സുഹൃത്തുക്കളെ? കേൾക്കണം, നിങ്ങൾക്ക് ശരിക്ക് കേട്ടോളൂ. ജിഷാനെ, ആസാറുകൾ എന്നാ ഞാൻ പറഞ്ഞത്. ആസാർ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ ഇമാമിങ്ങളുടെ കിതാബുകളൊക്കെ ആസാറുകളല്ലേ? അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നതിൽ നമുക്ക് തർക്കമുണ്ടോ? അതുകൊണ്ട് അത്തരം ആസാറുകൾ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ടല്ലോ. അതാണ് ഞാൻ മനഃപൂർവ്വം ആസാറ് എന്ന് എഴുതിയത്. നിങ്ങൾ ആലോചിക്കണം. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ആ ഒരു വ്യക്തി ജാലിയാവാല എന്ന് പറയുന്ന ഈ ആക്രി കച്ചവടക്കാരന്റെ സാക്ഷാൽ മുടികൾക്ക് വേണ്ടി ഇന്ന് സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി വന്നപ്പോ അദ്ദേഹം സംസാരിച്ചാലും ഇല്ലെങ്കിലും ഏതുപോലെ മൻവഖറ സാഹിബ ബിദ്അത്തിൻ, ഒരു ബിദ്അത്തുകാരനാകണ്ട, ഒരു ബിദ്അത്തുകാരനെ സഹായിച്ചാൽ, ബിദ്അത്തുകാരനെ സംരക്ഷിച്ചാൽ, ബിദ്അത്തുകാരന് വേണ്ടി കോണിപ്പടി കെട്ടിവെച്ചു കൊടുത്താൽ, ബിദ്അത്തുകാരന് വേണ്ടി ഇൽമ കൊണ്ട് സഹായിച്ചു കൊടുത്താൽ
മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദമിൽ ഇസ്ലാം. അവൻ ദീനിനെ പൊളിച്ചവനാണ്, പരിശുദ്ധ ദീനിനെ പൊളിച്ചവനാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം, ആ വാചകം ഇന്ന് സത്യത്തിൽ നിങ്ങൾ അനർത്ഥമാക്കിയില്ലേ സഖാഫി? നിങ്ങളോട് ബഹുമാനപൂർവ്വം തന്നെ ചോദിക്കുക, ബഹുമാനമൊന്നും കുറക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? കഴിഞ്ഞോ? കഴിഞ്ഞില്ല. നിങ്ങൾ എണ്ണിക്കോ ഓരോ പോയിന്റ്. ഇതിലേതെങ്കിലും ഒരു പോയിന്റ് നിഷേധിക്കാൻ നട്ടലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ആധികാരികമായ തെളിവ് വെച്ച് വാ. ഒന്നുകിൽ റഷീദ് സഖാഫിയെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറയിപ്പിക്കും മക്കളെ, എന്നിട്ടൊന്ന് കാണാലോ. ഇനി അടുത്ത കേൾക്കണം എനിക്ക്. അടുത്തത് ഒരു ദിവസം രാത്രി ഈ മുഹമ്മദ് രാമന്തള്ളി 1 വീതം 2 വീതം എന്ന് ഒരു ദിവസം 2 വീതം 2 വീതം 3 നേരം എന്നൊക്കെ തുടങ്ങിയിട്ട് ക്ലിപ്പുകൾ രാവിലെയും വൈകുന്നേരം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൈവറ്റ് റൂം തുറന്നിട്ട് ഒരു പബ്ലിക് റൂം തുറന്നിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഏകദേശം 12-12:45 സമയമായിട്ടുണ്ടാകും. സാക്ഷാൽ അബ്ദുൽ റഷീദ് സഖാഫിയേലും കൂടെ എന്നെ വിളിക്കുക. നിഷേധിക്കാൻ പറ്റുമോ? ഒന്ന് നിഷേധിക്കുക, ബാക്കി അപ്പൊ പറഞ്ഞുതരാം. ഓരോന്നോരോ നിങ്ങൾ നിഷേധിക്കുക, അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. എന്നിട്ട് ഇയാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ വർത്താനം, പക്ഷെ അന്ന് അതിന്റെ മാന എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ന് നിങ്ങൾ ആ പറഞ്ഞതിന്റെ മാന എനിക്ക് മനസ്സിലായി. അന്ന് റഷീദ് സഖാഫി രാത്രി 12:45 വിളിച്ചപ്പോ ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്തോ ഉസ്താദേ കിടന്നിട്ട് ഉറക്ക് വരുന്നില്ല ജിഷാനെ. ഞാൻ ഉസ്താദ് എന്ത് പറ്റി? ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ വിചാരിച്ച് കുടുംബത്തിലാരെങ്കിലും മരണപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധക്കാരെങ്കിലും മരണപ്പെട്ടോ, എന്താ വിഷയം? എന്നോട് പറയാ, ജിഷാനെ കിടന്നിട്ട് ഉറക്ക് വരുന്നില്ല, എന്റെ 39ാമത്തെ പരിപാടിയും ക്യാൻസലാക്കിക്കൊണ്ടുള്ള ഫോൺ വന്നു. അതായത് മൊത്തം 39 സ്ഥലത്ത് നിന്ന് ഫോണ് വന്നുപോൾ നിങ്ങൾ ഉസ്താദേ നിങ്ങൾ പരിപാടിക്ക് വരണ്ട, കാരണം നിങ്ങൾ ഈ മുടിയെ നിങ്ങൾ ഷെയർ ബാറക്കിന് അംഗീകരിക്കാത്ത ആളാണ് ഈ ഏപ്പിക്കാര് കുട്ടികൾ പറഞ്ഞ്. നിഷേധിക്കാൻ പറ്റുമോ സഖാഫി? നിങ്ങളൊന്നും നിഷേധിക്കരുത്. 39 എണ്ണടക്കം ഞാൻ പറഞ്ഞുതരാ, 39 പരിപാടി ക്യാൻസലാക്കിപ്പിച്ചു. കഴിഞ്ഞോ? അതിനുശേഷവും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അതിനുശേഷം ഞങ്ങൾ ബന്ധപ്പെട്ടു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ ആഴ്ചകൾ മുമ്പോട്ട് പോയപ്പോ ഒരു ദിവസം എന്നോട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, ജിഷാനെ 1.5 മാസത്തിന് ശേഷം ഇന്ന് എന്റെ ആദ്യത്തെ പരിപാടിയാണ്, സ്റ്റേജ് പരിപാടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 1.5 മാസത്തിന് ശേഷം ഇന്ന് എന്റെ ആദ്യത്തെ സ്റ്റേജ് പരിപാടിയാണ്. ഞാൻ അളന്ന് കുറിച്ച് SSF-കാരാ, ഇന്നേവരെ SKSSF-കാരൻ, SKSSF-ന്റെ ആളുകൾ, SKSSF-ന്റെ നേതാക്കന്മാര് ഈ പറയുന്ന അബ്ദുൾ റഷീദ് സഖാഫിയെ രൂക്ഷമായി വിമർശിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മനസ്സുകൊണ്ട് ഇത് അംഗീകരിച്ചിരുന്നില്ല എന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെതിരെ കാമായ അക്ഷരം ഞാൻ ഉണ്ടാത്ത ആളായിരുന്നു. പക്ഷേ റഷീദ് സഖാഫി, വേദനയുണ്ട്. നിങ്ങൾ ഇന്ന് ആ സദസ്സിൽ വന്ന് നിങ്ങൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും ആ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്തതോടുകൂടി നിങ്ങളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള മുഴുവൻ മതിപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോടുള്ള മുഴുവൻ മതിപ്പും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യണോ? മൂന്നാം നിലയിലും 4ാം നിലയിലുള്ള ഒരു ക്ലാസ് റൂമിനെ എങ്ങനെങ്കിലും ഒന്ന് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യണോ? നിങ്ങൾ ഇന്ന് മലബാറിലാരും പോയ സുഹൃത്തുക്കളെ? മലബാറിൽ ഇന്നത്തെ വിഷയം ഗംഭീരമായിട്ട് ചർച്ച ഉണ്ടാകൂല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഉണ്ടോ മലബാറിൽ കാര്യമായ ചർച്ച നടന്നിരുന്ന്? മലബാറിൽ കാര്യമായ ചർച്ച നടക്കോ? ഇല്ല. കാരണം എന്തേ? ഒന്ന്, സാക്ഷാൽ ഇബ്രാഹിം സഖാഫി, കോട്ടൂർ ഇബ്രാഹിം സഖാഫിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ല മനസ്സ് കൊടുക്കട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു കാലത്ത് നല്ല സുഹൃത്തുക്കളാ. അദ്ദേഹത്തിന് വിഷയങ്ങൾ കുറച്ചൊക്കെ അറിയാം. ഏതായാലും ഏറെ കൂടെ അറിയുന്നത് പോലെ ഈ പറയുന്ന കോട്ടൂർ സഖാഫിക്ക് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കൂടുതൽ ഊന്നി പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനും വസ്തുതകൾ അറിയാം. പിന്നാരേണ്ടത് മധ്യസ്ഥൻ, STVയുടെ
സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബാബ അമീറ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മധ്യസ്ഥൻ. പിന്നാരാ? STVയുടെ ചെയർമാൻ സാക്ഷാൽ KKM സാദി അല്ലേ? സാക്ഷാൽ KKM സാദി. അദ്ദേഹം ഒരു ഭാഗത്ത്, ഈ പറയുന്ന ബാബ അമീറ മറുഭാഗത്ത്, ഈ പറയുന്ന കോട്ടൂർ ഇബ്രാഹിം സക്കാഫി മറുഭാഗത്ത്, ഏലംകുളം റഷീദ് സക്കാഫി മറുഭാഗത്ത്, സിദ്ദീഖ് സക്കാഫി അരിയൂർ മറ്റൊരു ഭാഗത്ത്. എങ്ങനെയാ മലബാറുകാരാ നിനക്ക് ഈ പരിപാടി ആസ്വദിക്കാൻ നിർവാഹം കഴിയില്ലല്ലോ? കാരണം നിങ്ങളെ ഗ്രൂപ്പിലുള്ള ആരുമില്ല. ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പാണല്ലോ അല്ലേ? നിങ്ങളൊന്ന് ലക്ഷ്യം സുന്നത്യമായിട്ടല്ലാന്ന് വ്യക്ത. നിങ്ങളെ ലക്ഷ്യം സുന്നത്യമായിട്ടൊന്നല്ല, നിങ്ങളെ പല ലക്ഷ്യങ്ങളും. പക്ഷേ ഇത് ഒരിക്കലും ഒരു കാര്യത്തും ഇത്രത്തോളം അധപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ പണ്ഡിത വേഷധാരികൾ പോകുമെന്ന് സ്വപ്നത്തിൽ ഞാൻ പിന്നെ സങ്കല്പിച്ചാൽ അതുള്ള അറിയാലോ. ഹക്ക് പറയാ, ഇവര് ഏറി വന്നാൽ മൗനം പാലിക്കും, മൗനം വിദ്വാനും ഭൂഷണം. പക്ഷേ ഈ പറയുന്ന KKM സാദിയെപ്പോലുള്ള ആളുകള് ഈ മുടിക്ക് വേണ്ടി രംഗത്തിറങ്ങിയപ്പോ അതിന്റെ പിന്നിലുള്ള വികാരം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നന്നായി മനസ്സിലായിട്ടുണ്ട്. കാന്തപുരത്തെ മണിയടിച്ചുകൊണ്ട്, കാന്തപുരത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, ഉസ്താദേ നിങ്ങൾക്ക് ആരും സംസാരിക്കാനില്ലാത്ത സമയത്ത്, ആരും ഉസ്താദേ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനില്ലാത്ത സമയത്ത് ഞങ്ങളുണ്ടല്ലോ. STVക്കാരാ, നിങ്ങൾ വളയണ്ട. നിങ്ങളെ ഈ വളയാട്ടം ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിക്കുന്നതോടുകൂടി തന്നെ ആ കള്ളി പുറത്തു വരാൻ പോവാ. KKM സാദിക്ക് വിശ്വാസം ഉണ്ടല്ലോ ഈ മുടിയില്. എന്നാ ഇൻഷാ അല്ലാഹ് STVയിലുള്ള ഔദ്യോഗികമായ ഭാരവാഹികളെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മുടിയിൽ വിശ്വാസമില്ലെന്ന് ഞാൻ തെളിയിക്കും. ഇനി ആ പറഞ്ഞത് കളവാണോ? ആ പറഞ്ഞത് കളവാണെങ്കിൽ ആ മനുഷ്യനെ അന്ന് ക്ലാസ് റൂമിൽ നിങ്ങൾ പുറത്തിറങ്ങണം. ധൈര്യമുണ്ടോ? വെല്ലുവിളിയാ. ധൈര്യമുണ്ടോ മക്കളെ? ഏറി വന്നാൽ സേതി പറയും എന്നെപ്പറ്റി കളവ് പറഞ്ഞല്ലേ? ആയിക്കോട്ടെ, എന്നാ നിങ്ങളെപ്പറ്റി കളവ് പറഞ്ഞ ആളുകളെ നിങ്ങൾ നിർത്തുവോ? വ്യക്തമായി പറയുന്നുണ്ട്. കുടുംബം പുലർത്താൻ വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഇവർ കാന്തപുരത്തിന് വേണ്ടി മണിയടിച്ച് ജീവിക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ വേദനയോടെ പറയട്ടെ, വ്യക്തിപരമായിട്ട് ഒരാളെയും തൊടേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഇത്ര എരപ്പത്തരമുള്ള പരിപാടി ഉണ്ടല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് കോട്ടി കളിക്കണോ? പോയിട്ട് അമ്പലപ്പറമ്പില് കോട്ടി കളിച്ച് ജീവിക്ക്. ചെറിയ ചെക്കന്മാരോട് വ്യക്തി വെച്ച് നിങ്ങൾ ജീവിച്ചോ. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിറ്റിട്ട് നിങ്ങൾ ജീവിക്കുന്ന ഇത് കാണുന്ന സമയത്ത് പുച്ഛം തോന്നുക, കാർക്കിച്ച് തുപ്പാൻ തോന്നുക. കാരണം ഇത്ര രൂക്ഷമായി ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഇത്ര പച്ചയായിട്ട് വ്യക്തമായിട്ട് KKM സാദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് അതിന് വിശ്വാസമില്ല. ഈ പറയുന്ന ഏലങ്ങൾ അന്തർശിച്ച എന്നിട്ട് മൂപ്പന്റെ വെല്ലുവിളി, ഞാൻ നേരത്തെ ചോദിച്ച വെല്ലുവിളി ഉണ്ടല്ലോ, ഏത് മർക്കസിലുള്ള, ശരിക്കും കേട്ടോളെ, ARCK നിങ്ങൾ ഈ വാചകം മറന്നോണ്ട് കേട്ടോ, മർക്കസിലുള്ള കാന്തപുര ഉസ്താദ് കൊണ്ടുവന്ന തിരുകേശം കൊണ്ട് ബറക്കത്ത് എടുക്കാൻ പാടില്ല എന്ന് KKM സാദി പറഞ്ഞത് തെളിയിക്കാൻ പറ്റുമോ? എടോ ചങ്ങായിമാരെ, നിങ്ങൾ ഹനീഫ് കായക്കൊടിയായിട്ട് ഒരുപാട് സംവാദം നടത്തിയല്ലോ. ഹനീഫ് കായക്കൊടി പറഞ്ഞ ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയമാണ്, ഇതാ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് കൊണ്ടുവരണോ? നിങ്ങൾക്ക് പറ്റുമോ? ഇങ്ങനെയാ സംവാദം അടക്കുക? മൂപ്പര ധാരണ സംവാദത്തിൽ ഒരാൾ ഇങ്ങനെ പറയണോ? എന്ത്? അത് മുടിയല്ല ജിഷാനെ, അത് ബറക്കത്തെടുക്കാൻ പാടില്ല ജിഷാനെ. ഇങ്ങനെ പറഞ്ഞാലാണോ വിഷയം മനസ്സിലാവുക? കാരണം സാലി സക്കാഫി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ജീവിയുടെ പേര്, കൂടെയുള്ള സാധനങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവൂ. പക്ഷേ ബുദ്ധിയും വിവേകവുമുള്ള, ഖൽബ് മരവിച്ചിട്ടില്ലാത്ത, കാത് മരവിച്ചിട്ടില്ലാത്ത, ലഹും ഖുലൂബുൽ യഫ്ഖഹൂന ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അത് ഏറ്റവും ഫിറ്റായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെയാ.
ഇന്ന് അവരെ ക്ലാസ് റൂമിൽ ഒരു ചങ്ങാതിന്റെ ഒരു അന്തം കമ്മി മനുഷ്യന്റെ ടെക്സ്റ്റ് കണ്ടപ്പോ ഞാൻ സുബ്ഹാന ജല്ല ജലാലുഹു, അള്ളാഹുവേ ഉള്ള ബുദ്ധി നീ നിലനിർത്തി തരണേ, ഞങ്ങൾക്കുള്ള ബുദ്ധി കൂട്ടിത്തരണേ എന്നറിയാതെ മനസ്സുകൊണ്ടൊന്ന് ദുആ ചെയ്തു പോയി. കാരണം എന്താന്നാ, ഒരു അന്തം കമ്മി ഈ ഇവരെ ക്ലാസ് റൂമിൽ അടിച്ചൊരു ടെക്സ്റ്റാ. ഇന്നത്തെ സംഭവത്തോടുകൂടി മുടിയിലുള്ള തിരുകേശത്തിലുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഇന്നത്തെ സംവാദ വ്യവസ്ഥയോടുകൂടി തിരുകേശത്തിലുള്ള വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചു. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, അലി തങ്ങളെ നിങ്ങൾ അള്ളയാണ്, നിങ്ങൾ ഇലാഹാണെന്ന് ഒരു കൂട്ടർ വാദം, നിങ്ങൾ അള്ളയാണെന്നൊരു കൂട്ടർ വാദിച്ചു. അപ്പൊ മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു നിങ്ങളെ തീയിലിട്ട് ശിക്ഷിക്കും, അതുപോലെ തീ കൊണ്ട് ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ വാചകം എന്താ സുഹൃത്തുക്കളെ? ഇപ്പൊ ഞങ്ങൾക്കൊന്നുകൂടി ഉറപ്പിച്ചു. കാരണം തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ അല്ലാഹു തന്നെ. തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ അല്ലാഹു തന്നെ. എങ്ങനെയുണ്ട് ഇത്? ഫിറ്റല്ലേ സുഹൃത്തുക്കളെ? എല്ലാവിധ ലക്ഷണങ്ങളും എല്ലാവിധ കാപട്യങ്ങളും വേദനയുണ്ട് സുഹൃത്തുക്കളെ. കാരണം വേദനയുണ്ടാകാൻ കാരണം കേരള നെടുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. ആളുകൾക്കൊക്കെ മനസ്സിലാകും, കാരണം അതിന്റെ പേര് തന്നെ നെടുവത്തും മുജാഹിദുവാ. കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരുത്തെ നോക്കിയാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരനുണ്ട്, വളരെ എളുപ്പമാണ്. അബുലാല മൗദൂദി എന്ന് പറയുന്ന ഈ പറയുന്ന 1-ാം നമ്പർ പുത്തൻവാദിയുടെ ആശയക്കാർ, അത് മൗദൂദികളാണെന്ന് എല്ലാവർക്കും മനസ്സിലാത്ത ആരുമില്ല. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരും പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഞാൻ ബഹുമാന്യനായ എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാര്, കുമരമ്പത്തൂർ അലി മുസ്ലിയാരുടെ മരുമകൻ പറഞ്ഞ വാചകം ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുക. കാരണം നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും സങ്കടം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് വേണ്ടി ആ തെരുവ് മുടികളുടെ എല്ലാ യോഗ്യതയും അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കിന് വേണ്ടിയിട്ട് ഷഅർ മുബാറക്കിലേക്ക് നിങ്ങൾ ചേർത്ത് പറഞ്ഞപ്പോ നാണക്കേട് തോന്നിപ്പോയി മുസ്ലിയാക്കന്മാരെ നിങ്ങളെപ്പറ്റി. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ പറ്റി ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് മറുപടി ഉണ്ട്. ഇസ്തിഗാസക്ക് തെളിവെന്താ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. എല്ലാ ഇസ്തിഗാസ സമർത്ഥിച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് തഫ്സീറിലൂടെ പറഞ്ഞതിന്റെ തെളിവുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് തഫ്സീർ? യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ എന്ന് തുടങ്ങുന്ന തഫ്സീറുണ്ട്. അടുത്ത ചോദ്യം, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിന് അത് പാടില്ല എന്നുള്ളതിന് തെളിവെന്താ? ഉണ്ട് തെളിവ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, കുനൂത്തുന്നതിന് തെളിവുണ്ടോ? ഉണ്ട്. അത് എന്താണ്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൽക്കീൻ ചെല്ലുന്നതിന് തെളിവുണ്ടോ? ഉണ്ട്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കിതാബിൽ അത് കുനൂത്തിന് അത് തൽക്കീനിന് തെളിവാണെന്ന് മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ചടപട പറയുന്ന ഈ മൊയ്യാക്കന്മാർക്ക് പക്ഷേ ഒരു ചോദ്യം പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസൂസിയാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഉണ്ടാകുമോ? അന്നേരം ഒരു കൊരേണ്ടാവും. അത് പണ്ഡിതന്മാർ അതിനെപ്പറ്റി വളരെ വിശാലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തിയുടെ ഖസായിസിലും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ അതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ആ പണ്ഡിതോചിതമായ ചർച്ചക്കിടയിൽ ഞാൻ മറ്റൊരു വിഷയം കയറി പറഞ്ഞുകൊണ്ട് ആ ചർച്ച വഴിമുട്ടി പറഞ്ഞുകൊണ്ട് അതിനിടയിൽ പുതിയൊരു വിവാദം ഉണ്ടാക്കണ്ട എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് നിങ്ങളോട് ഇപ്പൊ തൽക്കാലം പറയാത്തത് എന്ന് മാത്രം ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ മറുപടി
അവിടെ ഒന്നാണുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ റബ്ബ് ആരാ? സംശയിക്കുക. കാന്തപുരാണോ? തുറന്നിങ്ങ് പറ. ഞാൻ അതിയായി ഭയപ്പെടുക. അതിന്റെ ഒക്കെ ലക്ഷണങ്ങൾ നിങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സഹോദരന്മാരെ, എന്താണ് സുന്നത്യമായത് നിങ്ങൾ മനസ്സിലാക്കണം. 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനപ്പാഠം പഠിച്ച ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണം, ഞങ്ങളുടെ ഇൽമിൽ നീ ബർക്കത്ത് നൽകണം റബ്ബേ. ആരാണ് ഇമാം ശാഫിഈ തങ്ങൾ? 10ാമത്തെ വയസ്സിൽ കിതാബുൽ മുവത്ത എന്ന് പറയുന്ന 10,000 ഹദീസുള്ള കിതാബ്, ആ കിതാബ് ഇമാം മാലിക് തങ്ങളുടെ കിതാബ്, അത് മനപ്പാഠം പഠിച്ചുകൊണ്ട് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ മാലിക് ഇമാമിന്റെ സന്നിധിയിൽ പോയിട്ട് മാലിക് ഇമാം ഈ കിതാബ് കൊണ്ട് തുടങ്ങി നീ എന്ന് പറഞ്ഞ സമയത്ത് ഉസ്താദ് ഈ കിതാബ് മനപ്പാഠം പഠിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ കുട്ടി ആരാ? കഴിഞ്ഞോ? ഖുറൈശി തറവാട്ടിൽ ഇൽമ കൊണ്ട് ലോകം മുഴുവൻ നടക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട്. ആ പണ്ഡിതനാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് എന്ന് മഹാനായ ഇമാം അഹ്മദ് തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ സുഹൃത്തുക്കളെ? ആ നിലയ്ക്ക് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ആ കാലഘട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു, ഇമാം ശാഫിഈ തങ്ങളെ എന്താണ് ഇസ്ലാമിലെ പ്രമാണങ്ങൾ? ശരിക്ക് കേട്ടോ, ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്ത SSFകാരുണ്ടെങ്കിൽ കേട്ടോ, കഴുതകളുടെ കൂട്ടത്തിൽ ആളുകളാണെങ്കിൽ നിങ്ങൾ ഇത് കേട്ട് ടെക്സ്റ്റ് അടിച്ച് എന്നെ 2 തെറിയും വിളിച്ച് നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഇമാം ശാഫിഈ തങ്ങളോട് ചോദ്യം, ഇസ്ലാമിലുള്ള തെളിവുകൾ എന്തല്ല? ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, 1ാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. 2ാമത്തെ തെളിവോ? ശാഫിഈ തങ്ങളെ ഇമാം ശാഫിഈ തങ്ങളെ എന്താണ് ഇസ്ലാമിലെ 2ാമത്തെ തെളിവ്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഹദീസുകളാണ്, സുന്നത്താണ്. സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ് 2ാമത്തെ പ്രമാണം. അടുത്ത ചോദ്യം വന്നു, അപ്പൊ 3ാമത്തെ പ്രമാണം മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനം, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം. അപ്പൊ അന്നൊരാൺകുട്ടി, ആ കുട്ടി ചോദിച്ചു, അല്ല ഷാഫി ഇമാമേ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ആ ഇജ്മാ തെളിവാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് എന്താ തെളിവ് എന്ന് വെച്ചു. ശരിക്ക് കേൾക്കണം സുഹൃത്തുക്കൾ, കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോടുള്ള ചോദ്യം, ഇജ്മാ മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനം അത് തെളിവാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ തെളിവ് എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാഹ്, അന്ന് പിന്നെ SSFകാരനും കാന്തപുരത്തിന്റെ ഭക്തന്മാരും ഇല്ലാത്തതുകൊണ്ട് അന്നാരും അയാളോട് പറഞ്ഞില്ല, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞാല് ഞങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് അന്നാരും പറഞ്ഞില്ല. അതാ വിനയത്തിന്റെ പര്യായമായ, എളിമയുടെ പര്യായമായ ഇമാം ഷാഫിഈ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ഒരല്പ ദിവസം സമയം ചോദിക്കുന്നു. അതിന്റെ സമയം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, തെളിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാമത്തെ ദിവസം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനം, ഇജ്മാഇനുള്ള തെളിവ്, അത് നിങ്ങൾ ചോദിച്ചില്ലേ? അതേ ഇമാം ഷാഫിഈ തങ്ങളെ, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുന്ന സമയത്ത് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത് തെളിവ് കൊടുക്കുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനം അത് തെളിവാണെന്ന് ആയത്തോതിക്കൊടുത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സമർത്ഥിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. അതേ സമയത്ത് ഇവരോട് ചോദിച്ചാലോ, എല്ലടോ ഈ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിയോടുന്ന അത് ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തേ? ഷാഫി ഇമാമിനേക്കാൾ വലിയ നേതാവല്ലേ? അതെയോ. സഹാബികളെക്കാൾ വലിയ നേതാവല്ലേ? അതെയോ. എന്തേ കാരണം? ഒരൊറ്റ സഹാബിയും
സഹാബികൾ പറയാറുണ്ട് അല്ലാഹു വ റസൂലുഹു ആലം എന്ന് സഹാബികൾ പറയാറുണ്ട്. കാരണം സഹാബികൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറഞ്ഞ കാര്യം അറിയുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു അറിയിച്ചു കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തമായിട്ടൊരു കാര്യവും അറിയില്ല. അതേ സമയത്ത് അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് വളരെ എളുപ്പത്തിൽ അറിയിച്ചു കൊടുക്കും അല്ലാഹു എന്ന് വിശ്വസിച്ച സഹാബികൾ അല്ലാഹു റസൂലുഹു അലം എന്ന് പറയാറുണ്ട്. പക്ഷേ ആ സഹാബികളെ കടത്തിവിട്ടി ഇവര്. എന്നിട്ട് എന്ത് പറഞ്ഞു? കാന്തപുരം ഉസ്താദ് അറിയാതെ അല്ലാഹു ഒരു കാര്യം തീരുമാനിക്കുകയില്ല. അല്ലേ പറഞ്ഞില്ലേ? ലോകത്തേതെങ്കിലും ഒരു സഹാബി പറഞ്ഞ വാചകാണോ? അത് ന്യായീകരിക്കാൻ വേണ്ടി പെടാപ്പാട് ഇമെയിലിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ഓൺലൈനിലൂടെയും അതുപോലെ തന്നെ ഈ കാണാമൂത്ത പ്രസംഗം നടത്തിയ ആളുകളല്ലേ നിങ്ങൾക്കിവിടെ സുന്നത്തിയമായിട്ട് പറയാൻ എന്തർഹതയുള്ളത്? എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാല് ഈ മുടി വിഷയം ഉണ്ടായതിനു ശേഷം ഞാൻ സത്യം പറഞ്ഞ ഇന്ന് ഷോക്കടിച്ച ദിവസം ഇന്നാ. കാരണം ഈ മുടി വിഷയം ഏറ്റവും കൂടുതൽ ഇത് അല്ല എന്ന് ബോധ്യപ്പെട്ട സാക്ഷാൽ ഏലംകുളം റഷീദ് സഖാഫിയും ഈ പറയുന്ന KKM സദിയും ഈ വിഷയം ന്യായീകരിക്കാൻ വേണ്ടി വന്നപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മക്കളെ ഞാനൊന്ന് പറഞ്ഞുതരാം. SSFകാരാ ഏതായാലും നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ. ഇവരെയും നാളെ ഞങ്ങളെയൊക്കെ മാശറിയിൽ കൊണ്ടുവരുന്ന ഒരു ഘട്ടമുണ്ട്, ഒരു രംഗമുണ്ട്. അന്ന് നമ്മൾ ഇതിന് ഓരോന്നിന് കണക്ക് പറയുക തന്നെ ചെയ്യുമെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ്. കാരണം ഇതൊന്നും പറയാൻ ഇന്ന് ഉദ്ദേശിച്ച മൈക്കിൽ വന്നല്ല. കാരണം ഇത് പറയേണ്ടി വന്നതാ. കാരണം ദീന് വിറ്റ് ദുന്യാവ് നേടുമ്പോ ദീന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ എതിരല്ല. അതുണ്ടാകുന്നതിന് നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേ സമ്പത്തിന് വേണ്ടിയിട്ട് ദീന് വിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഏലംകുളം റഷീദ് സഖാഫി പറയട്ടെ, കഴിഞ്ഞ തവണ എന്നോട് ആ ക്ലിപ്പിൽ നിങ്ങൾ പൂർണ്ണമാണ്, ഇത് നഫ്സായ നിനക്ക് സ്ഥിരപ്പെട്ടതാണ്, ഇത് ബാത്തിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് സംവാദത്തിന്റെ വ്യവസ്ഥയിൽ പോകാനുള്ള വികാരം എന്താണെന്ന് പറയണം. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ മുടിയുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് ഇറങ്ങി എന്നത് പറഞ്ഞതുപോലെ തന്നെ ഈ മുടിയുടെ വിഷയം സമ്പൂർണമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ റഷീദ് സഖാഫി, നിങ്ങൾ ഇന്ന് പരിപാടിക്ക് വരാനുള്ള കാരണം എന്താണ്? സാമ്പത്തികമാണോ? തുറന്നു പറ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ദലീല് കിട്ടിയോ? നിങ്ങൾക്ക് പുതിയ ദലീലെങ്കിൽ നിങ്ങൾ പോലെ മൈക്കിൽ വന്ന് സമർത്ഥിക്കുമായിരുന്നു. പക്ഷെ അത് നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കൂടെയുള്ള ശരീക്കന്മാരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി, അതിലുപരി വിശിഷ്യ കാന്തപുരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, സാക്ഷാൽ കാന്തപുരം ചോദിക്കുന്ന സമയത്ത് ഏലംകുളം റഷീദ് സഖാഫി ഇന്നത്തെ വ്യവസ്ഥയിൽ പങ്കെടുത്തു, എന്റെ നേതാവിന്റെ തൃപ്തി നേടിയല്ലോ എന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാമെങ്കിൽ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളൂഹു. കാന്തപുരത്തിന്റെ തൃപ്തിയല്ല ആവശ്യം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയാണ്. ആ തൃപ്തിക്ക് വേണ്ടി എന്ത് തോന്നിവാസവും നിങ്ങൾ ഇവിടെ കാട്ടിക്കുട്ടിയാൽ ഇവിടെ കയ്യും കെട്ടി നോക്കി വെക്കും എന്ന് കരുതിയെങ്കിൽ തെറ്റി. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാത്രി ഒരു സമയമുണ്ടല്ലോ, KKM സദിയോട് വളരെ വിനയപൂർവം നിങ്ങൾ വെല്ലുവിളിച്ച വെല്ലുവിളി, നിങ്ങൾക്ക് ആ മുടിയിൽ വിശ്വാസമുണ്ട്, നിങ്ങൾ പറഞ്ഞ വാചകം അത് എല്ലാവർക്കും അറിയാം അല്ലേ? അങ്ങനെ ഒരു വാചകം വേണം ഒരാൾക്ക് ഒരു വിശ്വാസം ഇല്ലാന്ന്. അത് ഞാൻ മറ്റേ ഈ ഇടമുട്ടൻ സംവാദം കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, പിന്നെ ഇടമുട്ടൻ സംവാദത്തിൽ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് ഫഇദാ ഹയ്യിതും ബിതഹയ്യത്തിൻ
ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ റുദ്ദൂഹാ. ഈ ആയത്തിന്റെ തഫ്സീർ വായിച്ചപ്പോ പേരോടത്തരമായ സഖാഫി അത് മുജാഹിദുകൾക്കെതിരെ തെളിവുദ്ധരിച്ചപ്പോ അന്ന് ഹനീഫ കായ്ക്കൊടി ചോദിച്ചിരുന്നു, ആ ഇബാറത്തിൽ സഹായം എന്നുണ്ടോ? എങ്ങനെയുണ്ട്? എന്താണ് അതിൽ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹയ്യത്തും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങൾക്കൊരാൾ സലാം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ സലാം അതുപോലെ അതിൽ നന്നായി നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ മടക്കുക, നിങ്ങൾ കാഴ്ചവെക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത്രയെങ്കിലും നിങ്ങൾ കാഴ്ചവെക്കുക. അപ്പൊ എന്തായി? അസ്സലാമു അലൈക, അസ്സലാമു അലൈക, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ഇങ്ങോട്ടും സലാം അടക്കും. എന്തേ കാരണം? മാ മിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റുദ്ദല്ലാഹു റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു, ഈ എനിക്ക് ചെല്ലുന്ന മുഴുവൻ സലാമുകൾക്കും ഞാൻ സലാം മടക്കിയല്ലാതെ എന്റെ റൂഹിനെ മടക്കപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അപ്പോ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലിയാലേ അപ്പൊ നബി തങ്ങൾ നമുക്ക് ഇങ്ങോട്ട് സലാം ചൊല്ലും. എങ്ങനെ ചൊല്ലും? നമ്മൾ ചൊല്ലിയതിനേക്കാൾ ഭംഗിയായിട്ട് ചൊല്ലും. അപ്പൊ എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിന് രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് ഇദ്ദേഹത്തിന് രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളിൽ നിന്നുള്ള ശഫാഅത്താണ്. അതാണ് ശഫാഅത്ത് കൊണ്ടുള്ള മഅന എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ തഫ്സീർ വായിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. ഈ പറയുന്ന ഹനീഫ് കായ്ക്കൊടി എന്ന് പറഞ്ഞ മൗലവി ചോദിച്ചിരുന്നു, അതിൽ സഹായം എന്നുള്ള വാചകമുണ്ടോ? അതുപോലെയാണെന്ന് KKM സേദി ചോദിച്ചത്. അത് ബറക്കത്തെടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞു മൂപ്പർക്ക് ബോധ്യമുണ്ട്. ബാക്കി ആ മുടിയെപ്പറ്റി കളിക്കാം, ചിരിക്കാം, കളിയായ കളിയൊന്നും ഇതല്ല കളി. ശരിയായ കളി വരുന്നേ ഉള്ളൂ, അല്ലേ? അങ്ങനെയല്ല പറഞ്ഞേ? അങ്ങനെ ഒരാൾ കണ്ടു പറഞ്ഞു കളിയായ കളിയൊന്നുമല്ല, അല്ലേ? ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അമീർ സാഹിബ് ഒന്ന് ഇട്ടോളി. ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടോ. ഞാൻ ഈ ക്ലിപ്പോട് കൂടി ഞാൻ നിർത്തുകയാണ്. അപ്പൊ കളിയായ കളി ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച 9 മണിക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളൊന്ന് പറയണം ആരാണ് കളിയിൽ. കുറച്ച് സനങ്ങാതിരുന്നോക്കുമ്പോ ഇവരിങ്ങനെ കഴുത്തുമ്പോ പാഞ്ഞിരി, അല്ലെ? എന്നിട്ട് ജിഷാനെ നന്നാക്കാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാചകങ്ങളിലൂടെ വന്ന ക്ലിപ്പുകൾ ദുരുപയോഗം ചെയ്തു, അല്ലേ? നന്നായിട്ടുണ്ട് മക്കളെ, അള്ളാഹ് കാത്ത്. ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അവസ്ഥ എന്താണ് സുഹൃത്തുക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവരൊക്കെ പകൽ മാന്യന്മാരായിട്ട് ബലസില്ലേ? ഇവരൊക്കെ പകൽ മാന്യന്മാരായിട്ട് ബലസില്ലേ? ഇവിടെ ഈ ഒരു കാപട്യം അത് നടക്കില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുകയാണ്. ഇനി മൈക്കിൽ ഞാൻ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. മറ്റുള്ള ആളുകൾ മൈക്കിലേക്ക് വന്നോളൂ. തിങ്കളാഴ്ച എന്ന് 9 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ബഹുമാന്യനായ KKM സേദി ഏറ്റെടുത്ത വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് ഈ KICR-ലൂടെ അദ്ദേഹത്തിന്റെ മുടിയിൽ വിശ്വാസമില്ലെന്ന് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചങ്ങ് തരും ഇൻഷാ അല്ലാഹ്. കാത്തുനോളി. ഒരാളല്ല കേട്ടോ, ഒന്നിലധികം ആളുകൾ. എണ്ണിക്കോ, ആളുകളെ പേര് അതിൽ എണ്ണിയെടുത്തോ. ആർക്കൊക്കെ വിശ്വാസമുണ്ട്, ആർക്കൊക്കെ വിശ്വാസമില്ല. എന്നിട്ട് അവസാനം ആ ക്ലാസ് റൂമിന് തുറന്നു വെക്കണോ വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചോ? ആ ക്ലാസ് റൂമിന് തുറന്നു വെക്കണോ വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചോ? കാരണം മലബാറുകാർ കുറെ ഇവരോട് പറഞ്ഞു, നിങ്ങളാണ് എല്ലാ മുസീബത്ത് ഉണ്ടാക്കിയത്. ആ മുസീബത്ത് ഇല്ലാതാക്കാൻ വേണ്ടി അതിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാൾ വ്യവസ്ഥ നടത്തുന്ന പിന്നെ അധ്യക്ഷന്റെ ഒരു മധ്യസ്ഥന്റെ റോളിൽ പോയിരുന്നു. മറ്റേ ആള് മറുപടി പറയുന്ന ഒരു സീറ്റിലും പോയിരുന്നു. അങ്ങനെ ഇരുന്നാലേ നിങ്ങൾ ചെയ്ത പണികളൊക്കെ ഇവിടൊക്കെ വെള്ളപൂശും എന്നുള്ള ധാരണ നിങ്ങൾക്കായിരിക്കെങ്കിൽ വന്നെങ്കിൽ ആ ധാരണ തിരുത്തിക്കോ എന്ന് മാത്രമേ ഇപ്പൊ തൽക്കാലം പറയുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂർ ഫൈസിന്റെ സൈക്കിളും സെർസരിസ്ഥാന്റെ ഹദീസ് വായനയും STV നല്ല ചർച്ച ഉണ്ട്. ജിസാനെ കേട്ടു നോക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ട് സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ കേൾക്കുന്നുണ്ട്.
ഇവിടെ ബഹുമാനപ്പെട്ട നിഷാൻ മായിക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. തെറ്റ് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരുപാട് കാലം ഈ എപ്പികളുടെ കൂടെ അത് സത്യമാണെന്ന് മനസ്സിലാക്കി ആ സുന്നി ആവേശത്തിൽ അവരുടെ കൂടെ ഇവരുടെ മോഹന വാഗ്ദാനങ്ങളും ഇവരുടെ വലിയ വലിയ വർത്താനങ്ങൾ, ഇസ്തിരിയിട്ട വർത്താനങ്ങളൊക്കെ കേട്ട് അതിൽ വഞ്ചിതനായി അത് സത്യമാണെന്ന് തോന്നി ഒരുപാട് കാലം അതിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്, കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ്. തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവും ഒക്കെ ചെലവഴിച്ച് ഒരുപാട് കാലം അതിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഈ മുടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യം വന്നു, ഇത് കള്ളമുടിയാണെന്ന് അദ്ദേഹം 100% ബോധ്യം വന്നപ്പോൾ തനിക്ക് ബോധ്യം വന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും വേണം, അതോടൊപ്പം താൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തത് വളരെ അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അല്ലാഹു തആല അത് വളരെ പുണ്യമുള്ള ഒരു അമലായി പരലോകത്തിലേക്ക് അദ്ദേഹത്തിന് അത് നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും അദ്ദേഹത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഉന്നതിക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. എല്ലാവിധ സഹായങ്ങളും അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇവിടെ ഒരു ചെറിയ ഒരു നാടകമാണ് ഈ എ.പി. കുട്ടികളുടെ മണ്ണാർക്കാട് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ജിഷാന്റെ ക്ലിപ്പുകൾ വന്നതിന് ശേഷം ഈ എ.പികളിലെ ഒട്ടുമിക്ക പ്രാസംഗികന്മാർക്ക് മുഴുവനും അതിലെ നേതാക്കന്മാർക്കടക്കം അത് കൊണ്ടുവന്ന ആൾക്കടക്കം, ആ മുടി കൊണ്ടുവന്ന വ്യാജമുടി കൊണ്ടുവന്ന ആളടക്കം എല്ലാ ആളുകൾക്കും അറിയുന്നവരാണ് ഇത് കള്ളമുടിയാണെന്ന കാര്യത്തിൽ അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് പല ആളുകളുടെയും പലരുടെയും ക്ലിപ്പിലായിക്കൊണ്ട് പുറത്തു വന്നപ്പോൾ പലരുടെയും പുറത്തായി, അവരുടെ ഉള്ളിലിരിപ്പ്, അവരുടെ കാബ്യത്തെയും പുറത്തു വന്നപ്പോൾ പല ആളുകൾക്കും വയറ്റിക്ക് തട്ടി, അവരുടെ വയറ്റിക്കടി മുട്ടി. ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ എന്നെ മൈക്കിലേക്ക് വന്നോളൂ. എനിക്കിപ്പോ വന്നൊരു മെസ്സേജ് ഞാൻ പരസ്യമായിട്ട് തന്നെ വായിക്കാൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം എന്നോടൊരു ആവശ്യം, അല്ലേ, എന്നോട് അദ്ദേഹം ഒരു ആവശ്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം ഞാൻ പരിഗണിക്കാം എന്ന് കൂടി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഞാൻ മെസ്സേജ് വായിച്ചുതരാം. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വായിക്കുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കൂ. ഞാൻ മക്കയിലാണ് ഉള്ളത്. കാരണം നിങ്ങൾക്ക് ഇത്ര ലോങ് ആയ മെസ്സേജ് എനിക്ക് മെസ്സേജ് അയക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഇതിലൂടെ മറുപടി പറയുന്നത്. നിങ്ങളെ നിസാരപ്പെടുത്താനോ മോശമാക്കാനോ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ പേര് പറയുന്നില്ല. ഞാൻ മക്കയിലാണ് ഉള്ളത്. കഅബയുടെ അടുത്ത് പോയാൽ എല്ലാ സമയവും നിനക്ക് വേണ്ടി നല്ലത് വരട്ടെ എന്ന് ദുആ ചെയ്യാം. പ്ലീസ് ആലിമീങ്ങളെ ഇകഴ്ത്തി കൈ ഇടരുത്. ആലിമീങ്ങളെ ഇകഴ്ത്തിയിട്ട് കൈയിടരുത്. ഇതുകൊണ്ട് നിനക്ക് എന്ത് ലാഭം? നീ അങ്ങനെ ആ ക്ലിപ്പ് വെളിപ്പെടുത്തുന്നതോടെ, അതായത് തിങ്കളാഴ്ചന്റെ ക്ലിപ്പ് ഇടൂ എന്ന് പറഞ്ഞല്ലോ, ആ ക്ലിപ്പ് വെളിപ്പെടുത്തുന്നതോടുകൂടെ സുന്നി വിരോധികളിലെ ക്ലാസ് റൂമില് ചില അക്ഷരങ്ങൾ തിരിയുന്നില്ല, എന്നാലും നല്ലത് നിനക്ക് അതായത് സുന്നി വിരോധികളുടെ ക്ലാസ് റൂമിൽ അത് ആഘോഷിക്കും എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്നത്. സുന്നി വിരോധികളുടെ ക്ലാസ് റൂമിൽ അത് ആഘോഷിക്കും, നിനക്ക് നല്ലത് വരാൻ ദുആ ചെയ്യാം. അങ്ങനെ ആ ക്ലാസ് റൂമിൽ പോയി സുന്നികളെ വിരോധികൾക്ക് സപ്പോർട്ട് ചെയ്താൽ നശിച്ച് പോകുകയും കഅബയുടെ കില്ല പിടിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നിനക്ക് എന്ത് വേണം അത് തെരഞ്ഞെടുത്തോളൂ. അതായത് മൂപ്പര് എനിക്കൊരു ഓഫർ തന്നെ, ഇത് തിങ്കളാഴ്ച ഈ ക്ലിപ്പ് പുറത്ത് വിട്ട് കഴിഞ്ഞാല് കഅബയുടെ കില്ല, നിങ്ങൾ ഈ പറഞ്ഞ കില്ല എന്നെ പിടിച്ചിട്ടാ ഞാനും വന്നേ. ഞാൻ ഈ കഅബന്റെ കില്ല പിടിച്ചിട്ട് എനിക്ക് സമ്പത്ത് തരാനൊന്നല്ല എന്റെ ചങ്ങായിമാരെ പറഞ്ഞത്. ഇനിയെങ്കിലും പടച്ചനെ നമ്മുടെ നാട്ടിൽ ഈ മുടിക്കൂട്ടം കൊണ്ടുവന്ന ഒരു മുസീബത്ത് നീ ഒന്ന് അവസാനിപ്പിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന് നീ ഇസ്സത്തും ഹിമ്മത്തും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ആവശ്യം നിങ്ങളോട് വ്യക്തമായി പറയുന്നു. നിങ്ങളെ ഈ മെസ്സേജ് ഞാൻ പരിഗണിച്ചു. തിങ്കളാഴ്ച എന്ന് പറഞ്ഞ സമയം 48 മണിക്കൂറുണ്ട്. ഇനി മേലിൽ ഈ KKM സാഡിയോ
ഈ റഷീദ് സഖാഫിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സിദ്ദീഖ് സഖാഫി അരിയൂരോ ഈ കാന്തപുരത്തിന്റെ കയ്യിലുള്ള കള്ളമുടികൾക്കെതിരെ ഒരു വാക്ക് കാമ ഇനി അക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്ലിപ്പ് വിടുന്നില്ല. പോരെ, എനിക്ക് ഒരു വാശിയില്ല, എനിക്ക് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് അത് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ തിങ്കളാഴ്ച ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എന്നെ അറിയിച്ചാൽ മതി. 8:45 വരെ സമയത്ത് നിങ്ങൾ ഓലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനിക്കാം. ഈ ക്ലിപ്പ് കൂടി പുറത്തു വന്നാൽ ഇനി എന്താ സംഭവിക്കുന്നത്? ആ ക്ലിപ്പ് പുറത്തു വരുന്നതിനോടുകൂടി ആ ക്ലാസ് റൂമിൽ ഇനി എത്ര ആൾ ബാക്കി ഉണ്ടാവും എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ആ ക്ലിപ്പ് കൂടി പുറത്തു വരുന്ന സമയത്തോടുകൂടി ഇനി ആ ക്ലാസ് റൂമിൽ എത്ര ആൾ ബാക്കി ഉണ്ടാവും എന്ന് കാണാം. ഇതൊന്നും ഞാൻ പുറത്തെടുക്കാൻ വിചാരിച്ചില്ല. കാരണം ഇത് കളിച്ച് 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 പച്ച നുണ പറഞ്ഞിട്ട് എന്നെ കൂടെ ഈ നുണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നുണ സംഘടിപ്പിക്കാൻ വെച്ച ആ പരിപാടിയിൽ എന്നെ എന്നിട്ടും വിട്ടില്ലല്ലോ. എന്നിട്ട് അതിലെന്താ പറയുന്നേ? എന്നെ നന്നാക്കാൻ വേണ്ടി പേരോടത്തറമാൻ സഖാഫി അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഏത് ജിഷാനെ നന്നാക്കാൻ വേണ്ടി ഉപദേശിച്ചാണ്. ഏത് ഉപദേശിച്ചതാ കണ്ടത്? ഏത് അത് തിരികേശമായാലും ഇല്ലെങ്കിലും ഞാൻ പിന്നെ തിരികേശമാണെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് പോയ പോക്കുണ്ടല്ലോ, എന്നെ ഉപദേശിച്ച പോക്കാണല്ലോ. അതുകൊണ്ട് ഇമാതിരി മെസ്സേജുകളൊന്നും അയച്ചിട്ട് ആളുകളെ വെറുതെ പൊട്ടീസാക്കണ്ട എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായി 100 വട്ടം ചോദിച്ചു. മർക്കസിൽ കാനന്തൂർ മർക്കസിലുള്ള മുടി അത് വ്യാജമാണ്, അത് കള്ളമാണ്. അത് കള്ളമല്ല, ഒറിജിനലാണെന്ന് വെച്ചാൽ ഒരു 1/2 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പരിപാടിയാ. എന്നിട്ട് ഒരു മിമിക്രിക്കാരനെ കൊണ്ടാന്നിട്ട് പടച്ച തമ്പുരാനെ, ഒരു മിമിക്രിക്കാരനെ കൊണ്ടുവന്നിട്ട് കാട്ടിക്കൂട്ടിയ സത്യം പറഞ്ഞ അരോചകമായി തോന്നും. അദ്ദേഹത്തിന്റെ അനാവശ്യത്തിലുള്ള ചിരിയും ആളൊരു വൃത്തികേട്. എന്നാൽ ഈ പറയുന്ന ഈ ഏറെങ്കിലും തന്നെ സംസാരിച്ചാൽ മതിയായിരുന്നു. എന്താ ഒരു സിനിമേനും ഉണ്ടാകുന്ന മാതിരിയുള്ളൊരു സാധനം. ഏതായാലും ഞാൻ പറയാ, നിങ്ങൾ ഏത് പൊത്തിന്റെ ഉള്ളിൽ നിന്ന് ഏതെണ്ണത്തിനെ കൊണ്ടുവന്നാലും ഇത് കളിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടാണ്. ആ കളിയെ നേരിടാൻ നിങ്ങളെ കൂട്ടത്തിലുള്ള ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ശിഷ്യന്മാർ എഴുന്നേറ്റ് വന്നാലും ഈ വ്യാജം ഒറിജിനൽ ആകുമെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണെന്ന് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നേരത്തെ സംസാരിച്ച സുഹൃത്തുവിനെ മൈക്കിലേക്ക് വന്നോളൂ. അതുകൊണ്ട് ഇനി വല്ലവർക്കും ഈ ക്ലിപ്പ് തിങ്കളാഴ്ച പുറത്ത് വരണ്ടാന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി മേലിൽ STV ക്ലാസ് റൂമിലൂടെ ഈ ഒരു മുടി ചർച്ച നിർത്താൻ നിങ്ങൾക്ക് ആണത്തമുണ്ടോ, തന്റേടമുണ്ടോ, അല്ലെങ്കിൽ അങ്ങ് തുറന്നു പറഞ്ഞു ഇനി ഞങ്ങൾ ഈ പരിപാടി ചർച്ച നടത്തുന്നില്ല എന്ന് പറ. എന്റെ പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തണ്ട, താമസിക്കണ്ട, പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തിക്കോ. കുറെ കാര്യം ഇനി എന്താടോ പറയാൻ ബാക്കി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വെക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദീന് വിറ്റിട്ട് ഇവിടെ ആഖിറം വിറ്റിട്ട് ദീന് വിറ്റിട്ട് ഇവിടെ ദുന്യാവ് ഉണ്ടാക്കാനുള്ള കളി നടന്നാൽ എന്നിട്ട് എന്റെ പേരും ഞാൻ കള്ള ക്ലിപ്പ് ഉണ്ടാക്കിയല്ലേ? ഏത് ക്ലിപ്പാണോ കള്ള? ഏത് ക്ലിപ്പിനെ ഞാൻ മുറിച്ചത്? ഒരു ക്ലിപ്പ് കാണിക്കാൻ പറ്റുമോ? നട്ടലുള്ള വല്ലവനുണ്ടെങ്കിൽ കാണിക്ക്. ഇതുവരെ പുറത്തിറങ്ങിയ ക്ലിപ്പുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പ് മുറിച്ചു എന്ന് കാണിക്കാൻ തന്റെ ആളുണ്ടെങ്കിൽ വാ. എന്നിട്ട് പച്ച നുണയും പറഞ്ഞ് നടക്കുക. ഒരു വിശ്വാസമില്ല. അള്ളാഹുവിന്റെ വിശ്വാസം ഇവർക്ക്, അള്ളാഹുവിന് വിശ്വാസമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസമില്ല. ഒരു നേരക്ക് ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ പറ്റും സുഹൃത്തുക്കളെ? അത്യാവശ്യം മനുഷ്യന്മാർക്ക് കളവ് പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചിട്ട് കളവ് പറയാൻ മാത്രം വളർന്നെങ്കിൽ ഇവര് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അതുപോലെ തന്നെ കളവ് നിലവിയെ താങ്ങി നടന്നാൽ ഇതിന്റെ അപ്പുറത്തെ കളവ് നിങ്ങൾ പറയുമെന്നതിന് തെളിവാണിത്. വായി തുറന്നാൽ കളവ്. ഞാൻ മൈക്ക് വെക്കാൻ ഞാൻ പറഞ്ഞ് ഏറിപ്പോവും. കാരണം എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതുവരെയുള്ള ആളുകളെ മാതിരിയല്ല. ഇതുവരെ എല്ലാ വിഷയങ്ങളും 100% ഒന്നായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഈ മുടിക്കെതിരെ വ്യാപകമായിട്ട് ഈ മുടി നമ്മൾ തിരുത്തിക്കണം, ഈ മുടി എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ ആളുകൾ ഈ മുടിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയാലേ വേദന ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ഞാൻ മൈക്ക് വെക്കാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല